സമയത്ത് ദൈവത്തിലായിരിക്കുന്നത്. മിகவும் വേഗത്തോട് ദൈവത്തിന്റെ സമൂഹത്തിൽ നാം എല്ലാവരും കടന്നു വന്നു. ശുശ്രൂഷ കഴിഞ്ഞിട്ട് മടങ്ങി ഇന്ന് രാത്രി തന്നെ മടങ്ങി പോകേണ്ടതായിട്ടുണ്ട്. இந்த ஊழியம் முடித்து விட்டு நாங்களும் இந்த இடத்துல கடந்து போவதற்கு விருப்பப்படுகிறோம். അതുകൊണ്ട് വളരെ തിടുക്കത്തോടാണ് ദൈവത്തിൽ നിൽക്കുന്നത്. നാം എല്ലാവരും அதனால சீக்கிரமாக இந்த இடத்துல கடந்து வந்திருக்கிறோம். അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ കാര്യം നാം എല്ലാവരും இந்த நேரங்களிலே ஜெபத்தோடு இருக்க வேண்டும். கர்த்தர் நம்மோடு பேசுவார். നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനം ഭൂരിവാക്യമായിട്ട് വായിച്ച വചനം ഇന്ന് രാത്രി നമുക്ക് തുടർ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. தொடர் நேரம் வசன சிந்தைக்காக ஒரு வசனத்தை வாசிக்கலாம். 2 തെസ്സലോനിക്കർ 2-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ച് ധ്യാനിച്ചത്. അതിന്റെ വിഷയമാണ്. അതിന്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഈ രാത്രി നമുക്ക് തുടർ ചിന്തയ്ക്കായിട്ട് ആ വാക്യം നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കരുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 14-ാം വചനത്തിലൂടെ നമ്മൾ എല്ലാവരും കടന്നു വരலாம். കഴിഞ്ഞ രാത്രി നാം ആ വചനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ കർത്താവിടെയാണ്. നേற்று ராத்திரியிலே இந்த வசனத்தை குறித்து ஆழமாக நாம் சிந்தித்தோம். കഴിഞ്ഞ രാത്രി നാം ദൈവത്തിന്റെ വിളിയെക്കുറിച്ചും വിളിയുടെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. നേற்று தேவனுடைய அழைப்பை குறித்தும் அதனுடைய ஆழங்களை குறித்தும் நேற்று நாம் சிந்தித்தோம். ദൈവനെ വായിക്കുമ്പോൾ കർത്താവിന്റെ വിളിയെക്കുറിച്ച് അനേക വിശേഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. தேவனுடைய அழைப்பை நோக்கி நாம் பார்க்கும்போது அதுபோல பல விசேஷமான அனுபவங்கள் அங்கே கொடுக்கப்பட்டிருக்கிறது. നമുക്ക് ആ ദൈവവചനത്തിൽ തന്നെ ദൈവത്തിന്റെ വിളിയെക്കുറിച്ച്, അതായത് പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന നമ്മുടെ വിളിയെക്കുറിച്ച് വിശുദ്ധ വിളി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ വിളി. പുതിയ ഏർപ്പാട്ട് കാലത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മെ കുറിച്ച് ദൈവം കൊടുത്തിട്ടുള്ള അழைപ്പ് പരിശുദ്ധത്തിற்காக ദൈവം നമ്മെ അழைത്തിരിக்கிறார். 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 തിമോഥെയോസിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വചനത്തിൽ ഇത് വായിക്കാൻ കഴിയും. അതിൽ 1-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുடைய 1-ന്റെ 10. അവിടെ കാണുന്ന അവിടെ വായിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചു. അതായത് പരിശുദ്ധത്തിற்காக ദൈവം നമ്മെ അழைത്തിരിக்கிறார். എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ സ്വർഗ്ഗീയ വിളി കൊണ്ട് നമ്മെ വിളിച്ചു എന്ന് വായിക്കുന്നു. എബ്രായരുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വചനത്തിൽ പരലോകത്തേക്ക് പോക വേണ്ടിയ ഒരു അழைപ്പ് இருக்கிறது എന്ന് சொல்லிருக்கு. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പരമ വിളി എന്ന് കാണുന്നുണ്ട്. ഫിലിപ്പിയർ 3-ാം അധ്യായം 14-ാം വചനം ദൈവനുடைய അழைப்பை குறித்து சொல்லப்பட்டிருக்கு. അങ്ങനെ പല ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച് പല നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഇവാറാக പല ദൈവനുடைய അழைப்பை குறித்து அதிகமாக சொல்லப்பட்டிருக்கிறது. നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു, തന്റെ മഹത്വത്തിനായി നമ്മെ വിളിച്ചിരിക്കുന്നു, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കർത്താവിന്റെ വിളിയെക്കുറിച്ച് 12 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. நித்தியமான மகிமைக்காக தேவன் அழைத்திருக்கிறார். அல்லாமல் தேவனுடைய மகிமைக்காக அழைத்திருக்கிறார். அது பல மகிமையுள்ள அழைப்பை குறித்து பல அனுபவங்கள் வேத புஸ்தகத்தில். എന്നാൽ ഈ കർത്താവിന്റെ വിളി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പഠിച്ചാൽ എല്ലാം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ അതിന്റെ കണ്ടൻസ് ആണ് നമ്മൾ വായിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതാണ് ഈ വിളിയുടെ എല്ലാം കൂടെ കണ്ടൻസ്. இந்த எல்லா அழைப்பையும் நாம் ஒருமித்து பார்ப்போம் என்றால் அது ஒரு வார்த்தையிலே நாம் சொல்ல வேண்டாம் என்றால் அது என்னவென்றால் தேவனுடைய ஆமென் சுவிசேஷத்தில் நமக்கு நடந்த அந்த மகிமையை அடையும்படியாக தான் தேவன் நம்மை அழைத்திருக்கிறார். കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു, മനുഷ്യനെ ദൈവം നിർമ്മിച്ചത് ഈ ഭൂമിയുടെ അധികാരിയായിട്ടാണ് ദൈവം നിർമ്മിച്ചത്. கடந்த ராத்திரியில் நாம் சிந்தித்தோம், இந்த பூமியை ஆளுகை செய்வதற்காக ஆட்சி செய்வதற்காக தான் மனிதனை தேவன் சிருஷ்டித்தார். ആകാശത്തിലെ പറവയും കടലിലെ മത്സ്യത്തെയും അതുപോലെ കരയിൽ സഞ്ചരിക്കുന്ന സകല ജീവജാലങ്ങളെയും ഭരിക്കാനുള്ളതായ അധികാരം കൊടുത്താണ് മനുഷ്യനെ ദൈവമാക്കിയത്. அதாவது ஆகாயத்தில் பறக்கிற பறவைகளையும் ஆமென் தண்ணீரில் இருக்கிற ஆமென் மீன்களையும் அது மட்டுமில்லாமல் இந்த ஜனத்தில் நடக்கிற உடுப்பு பிராணிகள் எல்லாவற்றையும் ஆட்சி செய்வதற்கு ஆளுகை செய்வதற்காக தேவன் மனிதனை ഉണ്ടാക്കിனார். മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയതിനു ശേഷം ദൈവം തന്റെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. தேவன் தம்முடைய கைகளினாலே மண்ணினாலே மனிதனை சிருஷ்டித்த போது தம்முடைய சாயலாகவே தேவன் அவரை சிருஷ்டித்தார். സകല സൃഷ്ടികളും ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സകല സൃഷ്ടികളും അവനെ ബഹുമാനിക്കേണ്ടതിനും അനുസരിക്കേണ്ടതിനും വേണ്ടി ദൈവം തന്റെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. அதாவது தேவனுக்கு எல்லாரும் கீழ்ப்படிந்து நடக்க வேண்டும், அவரோடு கூட இருக்க வேண்டும் என்று சொல்லி அதை நினைத்து தேவன் தம்முடைய மகிமையை மனிதன் கொடுப்பான் என்று சொல்லி அதற்காக தேவன் மனிதனை சிருஷ்டித்தார். ഭൂമിയിൽ മനുഷ്യനെ നിർമ്മിച്ചത് ഭൂമിയെ വാഴുവാനാണ് നിർമ്മിച്ചത്. ഭൂമിയിലെ മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ ആட்சி செய்வதற்காக தேவன் சிருஷ்டித்தார். എന്നാൽ ഒറ്റ പാപം മുഖാന്തരം സംഭവിച്ചത് അവന്റെ വാഴ്ച
அவனுடைய மகிமை எல்லாம் அவன் இழந்து போனான். വാഴ്ച നഷ്ടപ്പെട്ട് അവൻ വീഴ്ചയുള്ളവനായി തീർന്നു, പറഞ്ഞാൽ വീണവനായി തീർന്നു. அதாவது அவனுக்குள்ளாக வந்திருக்கிற அந்த ஆட்சியை அவன் நஷ்டப்படுத்தி அவன் விழுந்து போனவனாக மாறினான். ഉന്നതമായ ഉദ്ദേശത്തോടുകൂടി മനുഷ്യനെ നിർമ്മിച്ച ദൈവം വാസ്തവത്തിൽ ദൈവത്തിന് ദുഃഖമായി. அவன் அதற்கு பிறகு தேவன் ஏன் மனிதனை உண்டாக்கினேன் என்று மிகவும் துக்கப்பட்டார். നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്ന് കർത്താവ് പറയാനായിട്ട്. ஆதியாகம புத்தகத்திலே 6-ാം அதிகாரத்தில் வாசிக்கும்போது நான் மனிதனை உண்டாக்கினதால் மிகவும் நான் துக்கப்படுகிறேன் என்று சொல்கிறார். സ്തോത്രം. പക്ഷേ ദൈവം ഒരിക്കലും ഒന്നിന്റെ മുമ്പിൽ തോൽക്കുന്നവനല്ല. ஆனால் தேவன் யார் முன்பாகவும் தோற்று போகிற தேவன் அல்ல. പിശാചിന്റെ പ്രവൃത്തിയെ എക്കാലത്തും അടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പിശാചുடைய സകല തന്ത്രങ്ങളെയും അറിഞ്ഞവനാണ് ദേവൻ. മനുഷ്യവർഗത്തിന്റെ വാഴ്ച നഷ്ടപ്പെടുത്തി മനുഷ്യവർഗത്തെ വീഴ്ചയിലേക്ക് തള്ളിയിട്ടത് പിശാചിന്റെ തന്ത്രം. அதாவது ஒரு மனுஷன் மேல் இந்த அதிகாரத்தை அவன் மேல் இருந்து கீழே விட செய்யும்படியாக அந்த சோதனையிட்டவன் யார் என்றால், தந்திரங்கள் இட்டவன் யார் என்றால் அது சாத்தானாக இருக்கிறான். സ്തോത്രം. മനുഷ്യനെ ദൈവം ഉയർത്തിയ സ്ഥാനത്ത് പുസ്തകത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്, അവനെ സകലത്തിനും മീതെ ഉയർത്തി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തുന്ന വായിക്കുന്നത്. அதாவது தேவனுடைய வார்த்தையை பார்க்கும்போது மனிதனை ஆண்டவர் எப்படி உயர்த்தினார் என்றால் எல்லாவரையும் காட்டிலும் அதிகமாக உயர்த்தி அவருடைய வலது பாகத்தில் இருக்கிற அதிகாரத்தையும் தேவன் கொடுத்தார். പക്ഷെ വീണത് എവിടേക്കാ വീണെന്ന് അറിയാമോ? പാപത്തിലേക്ക് അവൻ വീണു. ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ നാശകരമായ കുഴിയിലേക്കും കുഴഞ്ഞ ചേറ്റിലേക്കും അവൻ വീണു. அதாவது தேவன் அவ்வளவு அவனை உயர்த்தி வைத்தாலும் மனிதன் பாவத்தினாலே அவன் பாழான சேற்றிலே கீழ் விழுந்து போல, உளையான சேற்றில் ஆழமாக விழுந்து போனது போல அவன் பாவத்தினாலே விழுந்து போனான். ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ വീണുപോയ മനുഷ്യനെ അവിടെ വീണ് കിടക്കാൻ അനുവദിക്കാതെ വേണം നമ്മോടുള്ള ദൈവത്തിന്റെ മഹാദയ കൊണ്ട്, ദൈവത്തിന്റെ മഹാസ്നേഹം കൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ ദൈവം. அப்படி விழுந்து போன இந்த குழியில, இந்த சேற்றிலே விழுந்து போன இந்த மனிதனை தூக்கி எடுத்து கர்த்தருக்குள்ளாக நடத்தும்படியாக தேவனுடைய அன்பு பரலோகத்திலிருந்து நம்மை தேடி கடந்து வந்தது. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിൽ വന്നത്. அதனால தான் ஆண்டவராகிய இயேசு கிறிஸ்து நம்மை தேடி கடந்து வந்தார். എന്തിനാ കർത്താവ് വന്നത്? எதற்காக இயேசு வந்தார்? വാഴ്ച നഷ്ടപ്പെട്ടു, തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും വാഴ്ചയിലേക്ക് വരുന്നത്. உண்மையில் இந்த அதிகாரம் நீ நஷ்டப்பட்டவனாகவும் உண்மையில் இந்த மகிமை நீ நஷ்டப்பட்டவனாக இருந்ததினாலே அவன் அதை திருப்பி கொடுப்பதற்காக இயேசு கிறிஸ்துவை தேடி கடந்து வந்தார். രാജാവായി നിർമ്മിക്കപ്പെട്ടവൻ ഭരിക്കപ്പെടുന്നവനായി മാറിയപ്പോൾ അവനെ രാജാവായി തിരിച്ചു കൊണ്ടുവരണം. அதாவது ராஜாவாக வாழ வேண்டியவன் விழுந்து போன ஒரு அடிமையாய் நின்றபோது அவனை மீண்டும் ராஜாவாக மாற்ற வேண்டும் என்று சொல்லி இயேசு திரும்பி அவர் അതിനുവേണ്ടി കർത്താവ് ലോകത്തിൽ വന്നത്. எத்தனை பேர் அதற்காக இயேசு உலகத்திலே கடந்து வந்தார்? സ്തോത്രം, ആമേൻ. ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വാസ്തവം. എനിക്ക് ഞാൻ ഈ ദൈവത്തിന് ഞാൻ പരസ്യ സ്ഥലത്ത് പോകുന്ന പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഈ ഭാഗമൊക്കെ പറയുമ്പോൾ എന്റെ അന്തരംഗത്തിൽ വാസ്തവം വലിയ കത്തലുണ്ട്. அவன் இந்த காரியங்கள் மிகவும் தெரிந்த காரியங்களாக இருந்தாலும் இதை சொல்லும் பொழுது என் இதயத்தில் அதிகமாக தேவனுடைய ஆவியானவர் தீப்போடு எரிந்து கொண்டிருக்கிறார். കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം എത്ര ഭയങ്കരമായിരുന്നു ഓർക്കുമ്പോഴാണ്. அது ஏன் அப்படி நான் சொல்லுகிறேன் என்றால், தேவன் நம்மளை குறித்து அவர் வைத்திருக்கிற சிந்தனைகள் மிகவும் பெரிதாக இருக்கிறது. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എത്ര വിചാരമുണ്ട്? அவன் உங்களுக்கு நன்றாக சொல்லுங்கள், உங்களுடைய பிள்ளைகளை பற்றி உங்களுக்கு எத்தனை பேருக்கு கவலைகள் இருக்கிறது? എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 4 മണിയാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുന്നിടത്ത് മടങ്ങി അവിടുന്ന് വന്ന് വാഹനത്തിൽ മടങ്ങി വരുന്ന സമയം നിങ്ങൾ മറക്കത്തില്ലല്ലോ, അത് ഓർക്കുമല്ലോ. நீங்கள் எவ்வளவு வேலை உள்ளவர்களாக இருந்தாலும் சரி, அவன் உங்கள் பிள்ளைகள் சிறிதான நேரத்தில் கடந்து வரவில்லை என்றால் அதை குறித்த பாரம் உங்களுக்கு கடந்து வரும். അവർക്ക് വിശപ്പുണ്ടെങ്കിൽ നിങ്ങളോട് അവർ ആഹാരം ചോദിച്ചില്ലെങ്കിലും അവർ ആഹാരത്തെ കുറിച്ച് നിങ്ങൾക്ക് വിചാരമുണ്ടല്ലോ. உங்களுடைய பிள்ளைகள் உங்களுக்கு அவன் உணவை உங்களிடத்தில் கேட்கவில்லை என்றாலும் அவர்கள் பசிக்கிற நேரத்தில் உணவை கொடுப்பதற்கு நீங்கள் உண்மையுள்ளவராக இருக்கிறீர்கள். ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം ഭയങ്കരമാണ്. ஏனென்றால் அதே போல் தேவன் நம்மை குறித்து அவர் விசாரிக்கிற விசாரணை அருமையாக இருக்கிறது. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരങ്ങളെ കുറിച്ചുള്ള 2-3 വാക്യം ഒന്ന് വായിച്ചു നോക്കി. அவன் கர்த்தர் நம்மை குறித்து சிந்திக்கிற சில சிந்தனைகளை உடைய வசனங்களை வாசித்து நம்ம கடந்து 40-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, 40-ാം സങ്കീതം, അതുപോലെ തന്നെ 92-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, അതുപോലെ 39-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ. ആദ്യം 40-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. முதலாவதாக 40-ാം സങ്കീതം 5-ാം വചനം വായിച്ചുള്ള സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗം പോയി പറ്റുള്ളൂ. നമുക്ക് വളരെ വേഗം മുന്നോട്ട് പോകും. എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അത് അസംഖ്യമാകുന്നു. தமிழ்ல
வாசிக்கலாமா? என் தேவனாகிய கர்த்தாவே, நீர் எங்கள் நிமித்தம் செய்த உம்முடைய அதிசயங்களும் உம்முடைய யோசனைகளும் அநேகமாய் இருக்கிறது. ஒருவரும் அவைகளை உமக்கு விவரித்து சொல்லி முடியாது. நான் அவைகளை சொல்லி அறிவிக்க வேண்டுமானால் அவைகள் എണ്ണിക്കയ്ക്ക് മേലാണവകൾ. സമയം പോകുന്നുണ്ട്. നിങ്ങൾ ഈ ബോർഡിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ വായിക്കണം. ഞാനത് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ഈ ബോർഡിൽ നോക്കി വായിച്ചാൽ മതി. നമുക്ക് വായിക്കാൻ പോകുന്ന സമയം അറിയുള്ളൂ. നിങ്ങൾ ഇത് ബോർഡിൽ നോക്കി നിങ്ങൾ വാസിക്കണം. സ്തോത്രം. അവിടെ പറയുകയാണ്, കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ള വിചാരം എത്ര ഭയങ്കരമാണ്. ஆண்டவரே, நீர் எங்கள் நிமித்தமாக நீர் யோசிக்கிற யோசனைகள் மிகவும் அநேகமாய் இருக்கிறது. സ്തോത്രം. എപ്പോഴെന്ന് പറഞ്ഞെന്നറിയാമോ? எப்படி அவர் வந்தார்? സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ദൈവം ഞങ്ങളുടെ വായിക്കുകയാണ്, ഞാൻ നാശകരമായ കുഴിയിലും കുടഞ്ഞ ചേറ്റിലുമായിരുന്നു. അവൻ എന്റെ നിലവിളി കേട്ട കർത്താവേ, അവിടുന്ന് ഇറങ്ങി വന്ന് എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും വലിച്ചു കയറ്റി എന്റെ കാലുകളെ പാറമേൽ നിർത്തി, ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. ഇതെല്ലാം ഇവിടെ ധ്യാനിച്ചിട്ട് ഞാൻ പറയാണ്, ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ വിചാരം എത്ര ഭയങ്കരമാണ്. ആമേൻ. இந்த 40-ാം സങ്കീർത്തനത്തിലെ 2-ാം വചനം 3-ാം വചനം വാസിക്കുമ്പോൾ ആമേൻ, பயங்கரமான குழியிலும் உளையான சேற்றிலும் இருந்து என்னை தூக்கி எடுத்து என் கால்களை கண்மலையின் மேல் நிறுத்தி என் அடிகளை உறுதிப்படுத்தி நாம் தேவனை துதிக்கும் புதுப்பாட்டை அவர் என் வாயிலே கொடுத்தார். அநேகர் அதை கண்டு பயந்து கர்த்தரை நம்புவார்கள். സ്തോത്രം. അതുകൊണ്ട് കർത്താൻ ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഏത് പാറയിലാണ് നിർത്തിയെന്നവർക്ക് അറിയത്തില്ല. ആമേൻ. സംഗീതക്കാരൻ சொல்லுகிறார், எந்த பாதையில் போகிறேன் அவருக்கு தெரியவில்லை. പക്ഷേ പുതിയ നിർത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നിർത്തിയത് വേറെ ഒന്നുമല്ല. അവൻ കിടന്നത് എവിടെയാണെന്നറിയാമോ? പിശാച് ഒരുക്കി വെച്ച ചേറ്റിനകത്ത്, പാപത്തിന്റെ ചേറ്റിൽ കിടന്ന സ്ഥാനത്ത് കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്നു. ആ ഉയർത്തുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് വലിച്ചെടുത്തിട്ട് അറിയാമോ? പാപത്തിന്റെ ചേറ് തന്റെ പുണ്യമുള്ള രക്തം കൊണ്ട് കഴുകി നീക്കി നമ്മെ ശുദ്ധീകരിക്കുകയും ഇനി ഒരിക്കലും ചേറ്റ് നമ്മുടെ കാലകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരിക്കലും താണു പോകാത്ത ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിന് മേൽ നമ്മുടെ പാദം ഉറപ്പിച്ചു. இங்கே சொல்லப்பட்டிருக்கிற பயங்கரமான குழியும் உளையான சேற்றிலும் விழுந்து போன மனிதனை உயர்த்தும்படியாக புதிய ஏற்பாட்டில் கடந்து வரும்போது ஆமென், கண்மலையாய் இருக்கிற கிறிஸ்து நம்மை தேடி கடந்து வந்து நம்மை இருக்கிற அந்த சேற்றாய் இருக்கிற பாவங்களை நம்முடைய சொந்த இரத்தத்தினாலே கழுகி நம்மை சுத்திகரித்து அவருக்கு நிமித்தமுள்ள நல்ல ஒரு அனுபவம் உள்ளவராக நம்மை மாற்றினார். ഇന്ന് രാത്രി അവൻ ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരെ കാലമുയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ இன்றைய தினத்திலே உன்னை பற்றி தேவன் இப்போ யோசித்துக் கொண்டிருக்கிறார் என்ற யோசனையை நினைத்து எத்தனை பேர் கரங்களை உயர்த்தி தேவனுக்கு நன்றி சொல்ல முடியும்? ഞാൻ ഇന്ന് രാത്രി ഒരു മർമ്മം പറയാം. நான் ராத்திரியிலே ஒரு ചേറ്റിൽ കിടക്കുന്നിടത്തോളം പിശാച് നിങ്ങളിൽ സ്വാധീനമുണ്ട്. நீ அந்த சேற்றில இருக்கிறவரையிலும் பிசாசுக்கு உன்மேல் அதிகாரம் இருக்கிறது. പക്ഷേ ആ ചേറ് കാരണം ആരുടെയെന്നറിയാമോ? ചേറ് പിശാചിന്റെ. அந்த சேர் யார் என்றால் அந்த சேர் பிசாசுடையதாக இருக்கு. അതിനകത്ത് നീ കിടക്കുന്നിടത്തോളം നിന്റെ മേലുള്ള സ്വാധീനം പിശാചിനുണ്ട്. அதாவது நீ அதன் மேல் இருக்கிறவரையிலும் சாத்தானுக்கு உன்மேல் அதிகாரம் இருக்கிறது. എന്നാൽ നിന്റെ കർത്താവ് അവിടുന്ന് കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി കഴിഞ്ഞാൽ നിന്റെ മേൽ ഒരു സ്വാധീനവും എന്റെ പിശാചിന്. ஆனால் எப்பொழுது இயேசு அந்த பாவம் என்ற அந்த சேற்றில் இருந்து உன்னை தூக்கி எடுத்து கண்மலையாய் இருக்கிற அவர் மேல் எப்பொழுது நிறுத்துகிறாரோ அப்பொழுது சாத்தானுடைய சகல அதிகாரங்களும் உன்மேல் அதிகாரம் கிடைக்க இல்லாது. സമയപരിമിതി കൊണ്ട് ഞാൻ ഒരു പ്രത്യേക മർമ്മം ഞാനിവിടെ ഓർപ്പിക്കാൻ. ஆமென். நேரம் இல்லாதனால ஒரு காரியத்தை എങ്ങനെ ഞാൻ ഓർപ്പിക്കാം? நான் இன்னொரு காரியத்தை ஞாபகப்படுத்துகிறேன். എന്റെ ആത്മീയ മനുഷ്യന് പാറമേൽ നിൽക്കുന്ന സന്തോഷമാണ്. அதாவது என் உள்ளாக இருக்கிற மனுஷன் பாவத்தை வெறுக்கிறது எனக்கு சந்தோஷமா இருக்கிறது. പാറമേൽ നിൽക്കുന്നത് அதாவது உள்ளாக இருக்கிற மனுஷனை பாறையின் மேல் கண்மலையின் மேல் நிறுத்துவது நல்ல விஷயம். പക്ഷേ എന്റെ പുറമേ മനുഷ്യന് ഇഷ്ടമെന്ന് പറയുന്നത് ചേറ്റി കിടക്കണം. ஆனால் நம்மளுடைய புறம்பான மனுஷனை பார்க்கும்போது அந்த மனுஷன் சேற்றில் இருக்கிறான். புரிகிறதா உங்களுக்கு? കാരണം പാറമേൽ നിൽക്കുമ്പോ ജഡത്തിന്റെ ഇഷ്ടം നടക്കത്തില്ല. ஆமென். நீ கண்மலையின் மேல் நிற்கும் பொழுது ஆமென், அதாவது சரீரத்தினுடைய இஷ்டம் ஆமென் அது நடத்தாது. എന്താ കാരണം അറിയാമോ? என்ன காரணம்? പാറമേൽ നിൽക്കുമ്പോൾ നമ്മളെ ഭരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. நீ எப்பொழுது கண்மலையாய் கிறிஸ்து மேல் இருக்கிறாயோ ஆமென், உன்னை ஆளுகை செய்வது யார் என்றால் பரிசுத்த ஆவியானவர். എന്നാൽ ചേറ്റിൽ കിടക്കുന്നിടത്തോളം നമ്മെ ഭരിക്കുന്നത് പിശാചാണ്. ஆனால் எப்பொழுது நீ சேற்றில் இருக்கிறாயோ அப்பொழுது உன்னை ஆளுகை செய்வது யார் என்றால் சாத்தானாய் இருக்கிறது. നമ്മുടെ ശരീരത്തിലെ പോടി ചേറ്റിൽ കിടന്നാൽ ഇഷ്ടമുള്ള കാര്യമെല്ലാം ചെയ്യാം. പ്രിയമുള്ളവരെ, நாம் சரீர ரீதியாக சேற்றில் கிடந்தால் நமக்கு இஷ்டமான எல்லா காரியங்களையும் செய்யலாம். കണ്ടുപിടിക്കാം. ஆமென். நீங்கள் ஆமென், அதாவது വ്യഭിചരിക്കാം. குடிக்க வேண்டுமானால் குடிக்கலாம், கெட்ட பழக்கம் வேணும் கெட்ட பழக்கம் செய்யலாம். ഇനി മറ്റുള്ളവരെ ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിക്കാം. மற்றவரை உபദ്രവப்படுத்த வேண்டும் உபദ്രവப்படுத்தலாம். എല്ലാ ദോഷപ്രവൃത്തിയും ചെയ്യാൻ നല്ലത് ചെയ്യാറാണ്. ஆமென். எல்லா ஆமென் தீமையான
மூலமாக செய்யப்பட்டது. പാറമേൽ നിന്ന് ഇതൊന്നും നടക്കത്തില്ല. தீமையான செய்யற காரியங்களை நாம் உணர்த்துவது இந்த பாவம். പാറമേൽ നിൽക്കുമ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ஆனால் நீ கண்மலையில் இருந்தால் கண்மலையில் இருக்கிற உன்னை நடத்துகிறவர் யார் என்றால் பரிசுத்த ஆவியானவர். പാറമേൽ നിൽക്കുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ക്രിസ്തു ആയിരിക്കുന്ന കണ്മലയിൽ ഇരിക്കുന്ന ഒരു നബർ മേൽ അവരുടെ ശരീരത്തിൽ അവരുടെ ജഡത്തിൽ ചേറ്റിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. அதாவது அவனுடைய சரீர ரீதியாக மீண்டுமாக அந்த சேற்றிலே போவதற்கு அவன் ஆசைப்படுவான். പക്ഷേ നോക്കിയേ, രണ്ടാം തലമുറക്കാരായിരുന്ന കയ്യിനോട് ഹാബേലിനോട് പറഞ്ഞപ്പോൾ കയ്യിനോട് പറഞ്ഞപ്പോൾ ഒരു വാക്ക് കർത്താവ് പറഞ്ഞു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. அதாவது அவன் காயின் பழைய ஏற்பாடு இரண்டாம் தலைமுறையான காயினோடு ஆண்டு சொல்கிறார், பாவம் வாசற்படியிலே கிடக்கிறது, அவன் அதை நீ ஜெயிப்பதற்காக நீ எதிர்த்து நிற்க வேண்டும். ഞാൻ പറഞ്ഞ ശരിയല്ലേ? എത്ര പേർ പുരിகிறது? ഇഷ്ടം പോലെ നടക്കാൻ നല്ലത് ഈ ക്രിസ്ത്യ ജീവിതമാണോ അതോ ലോകത്തിലെ ജീവിതമാണോ? நீங்கள் உங்களுக்கு தோன்ற பிரகாரமா உங்க இஷ்ட பிரகாரம் நடப்பது கிறிஸ்துவ வாழ்க்கையா இல்ல வேற உலகத்தரமான வாழ்க்கையா? நீங்களே சொல்லுங்கள். സ്തോത്രം. അത് ലോകത്തിലെ ജീവിതമാണ്. சொல்லுங்க. உலகத்தரமாக போவதனே சந்தோஷம் கொடுக்கிறது. സ്തോത്രം. മനസ്സിലായി പറഞ്ഞത്? പുരിகிறதா உங்களுக்கு? അവൻ നോക്കി, നമ്മുടെ ശരീരം ചേറ്റിലേക്ക് പോകാൻ ഇറങ്ങി കിട്ടാൻ വേണ്ടി ഇങ്ങനെ പിടയ്ക്കുക. അതാ നമ്മുടെ ശരീരം വീണ്ടുமாக சேற்றில் போவதற்கு തുടിത്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെ നിങ്ങൾ നോക്കി, ഈ പിള്ളേരെ കൊണ്ട് നിങ്ങളൊരു വെള്ളച്ചാട്ടത്തിന്റെ ഏരിയയിൽ പോയി ഇവരെ പിടിച്ചു കയറ്റിക്കൊണ്ട് പറയാൻ പോകും. நீங்கள் ஒரு பிள்ளைகளை கூட்டி சென்று ஒரு தண்ணீர் ஒழுகி கொண்டிருந்த இடத்துல கொண்டு விடுவீர்கள். அதிலிருந்து அவர்கள் திரும்ப மேலே கடந்து வருவார்களா? നല്ല വേഷം ധരിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ റോഡിൽ കൂടെ യാത്ര ചെയ്തു. ஆனால் நல்ல ஒரு உடைகளை கொடுத்து இந்த பிள்ளைகளை கொண்டு போய் ரோഡിல் விடுங்கள். വഴി ചേറ്റുവെള്ളം കിടക്കാതിരിക്കട്ടെ. அவர்கள் வழியில் ஒரு சேர் இருக்கிறது வைத்துக் கொள்ளுங்கள். നിങ്ങൾ എങ്ങനെ പിടിച്ചാലും ഒരിക്കലും അതിനകത്തൂടെ ചെന്ന് കാലിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ആ ചേറ്റിനകത്ത് കാലിട്ട്. அதாவது நீங்கள் எப்படி அவர் நன்றாக நடத்தினாலும் யாருக்குமே தெரியாம காலை கொண்டு போய் சேற்றில் வைத்து தேய்த்து விட்டு അവന്റെ ഉടുപ്പ് നല്ലതാണെന്നോ വെള്ളയാണെന്നോ അത് ചേർന്നിരിക്കുമെന്നൊന്നും അവൻ അറിയത്തില്ല. அதாவது தன்னுடைய சரீரத்தில் வெள்ளை வஸ்திரம் இருக்கிறதா வேற உடைகள் இருக்கிறதா அந்த பிள்ளைக்கு தெரியாது. പക്ഷേ சேரை பார்க்கும்போது சென்று காலை வைப்பார். പക്ഷെ നിങ്ങൾ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബലം പിടിക്കത്തില്ലേ? ஆனா நீங்கள் பிள்ளைகளுடைய கையை பிடித்திருந்தால் சேற்றில் கால் வைக்காதவர்கள் வழுக்கி. ഇതുപോലെയാണ് ഈ പാറമേൽ നിൽക്കുന്ന ഒരു ദൈവവേദന ദൈവം കരുതുന്നത്. இதேபோல்தான் அவன் கண்மலையாய் கிறிஸ்து மேல் இருக்கிறவரை கர்த்தர் கரங்களை பிடித்து அவன் சேற்றில் விடாதபடிக்கு நடத்தி செல்கிறார். അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു മർമ്മം പറയാം. ചേറ്റിനകത്തേക്ക് പോകാൻ എവിടെയെങ്കിലും ഒരു ചെറിയ ആഗ്രഹം വന്നെങ്കിൽ നീയോ അതിനെ കീഴടക്കണം. அவன் இந்த சேற்றுக்குள்ளாய் போவதற்கு ஏதேனும் இதயத்தில் இஷ்டம் தோன்றினால் நீதான் அதை கீழடக்கி இயேசு கிறிஸ்துவாய் நிற்க வேண்டும். കാരണം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചേറിന്റെ പ്രത്യേകത നിമിഷം കഴിയുന്നോറും താഴോണ്ടിരിക്കും. എത്ര പരിശ്രമിച്ചാലും അതിനകത്ത് കരകയറാൻ പറ്റത്തില്ല. அதாவது அவன் சேற்றுடைய முக்கியத்துவம் என்னவென்றால் நீங்கள் கால்களை வைத்தால் அது உங்களை கீழே வளைத்துக் கொண்டே இருக்கும். நீங்கள் மேலே வர முடியாது. സ്തോത്രം. അതുകൊണ്ട് പാറമേൽ നിന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നല്ല സ്വാധീനമാണ്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. அதாவது பாவம் என்று சொன்னால் நமக்கு நல்ல சுதந்திரம் இருக்கு, சுதந்திரமாக செய்வார்கள். സ്തോത്രം. അതുകൊണ്ട് പാറമേൽ നിൽക്കാൻ നമുക്ക് നല്ലത്. அதாவது பாறை மேல் இருக்கிறதா நல்லது. ആ പാറമേൽ നിർത്തിയ കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് കന്മലയായ ക്രിസ്തുമേൽ ഹല്ലേലൂയ. കർത്താവ് പാറമേൽ നിർത്തുക തന്നെയാണ് ചെയ്തത്. പാറമേൽ ചുമ്മാതിരിക്കാനല്ല നിർത്തിയത്. നാവിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. அதாவது இந்த கண்மலையின் மேலே நிறுத்தின இயேசு கிறிஸ்து நாம் சும்மா இருப்பதற்காக அல்ல, அவரை பாடி புகழ்த்துவதற்காக நாவிலே பாட்டு இருக்கிறார். ഹല്ലേലൂയ. അതുകൊണ്ട് പാറമേൽ നിൽക്കുന്നതിന്റെ തെളിവെന്താണെന്നറിയാമോ? നീ ക്രിസ്തു ആകുന്ന പാറമേൽ നിൽക്കുന്നതിന്റെ തെളിവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നാവിൽ പാട്ട് കാണും. அதாவது நீ இயேசு கிறிஸ்து கண்மலை மேல் இருக்கிறாய் என்ற அடையாளம் என்னவென்றால் நீ எப்போதும் இயேசு கிறிஸ்துவை குறித்து பாடிக்கொண்டே இருப்பாய். അതില്ല എങ്കിൽ അത് തെളിയിക്കുന്നത് வாயிலிருந்து பாட்டுகள் எப்போதும் 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 தொனித்துக் கொண்டே இருக்க வேண்டும். എന്തോ പാട്ടാ വരുന്നത്? എന്തോ പാട്ടാ? നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്ന என்ன பாட்டு என்றால் ஆண்டவராகிய இயேசு கிறிஸ்து உயர்த்துகிற பாட்டு. നിന്റെ അകത്ത് ഇരുട്ട് കൂട്ടിക്കളയാൻ വേണ്ടി ഇരുട്ട് നിന്റെ അകത്ത് പിശാച് പദ്ധതി ഇടുന്നുണ്ട്. ആ പദ്ധതികളെ ജയിക്കാൻ ഒരൊറ്റ മാർഗം നിന്റെ വായിൽ നിന്ന് പാട്ടൊഴിഞ്ഞു പോകരുത്. உன்னுடைய இதயத்தை இருட்டை கொண்டு வருவதற்கு சாத்தான் യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിലേക്ക് മൂടിക്കളയുവാൻ, ഇരുട്ടിലേക്ക് ആഴത്തിലേക്ക് തള്ളിയിടുവാൻ നോക്കുന്ന അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചതിന്മേൽ ജയമെടുക്കുക. ഉടമനക ശബ്ദഗതിയ തെളിഞ്ഞു വരേണ്ട മണ്ഡലങ്ങൾ തെളിഞ്ഞു വരട്ടെ, തെളിഞ്ഞു വരേണ്ട മണ്ഡലങ്ങൾ തെളിഞ്ഞു വരട്ടെ. ഉടമനക ശബ്ദഗതിയ ഇരുട്ട് മൂടി കിടക്കുന്ന ജീവിത
രാത്രി ജയമെടുക്കുക. യേശുവിൻ നാമത്തിൽ രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ഇത് രാത്രി പാറയിൽ നിന്നിട്ട് വെറുതെ നിന്നിട്ട് സാത്താനം കൊടുക്കരുത്. ആമേൻ. നിങ്ങൾ ക്രിസ്തുവിന്റെ കന്മലയിൽ മേൽ ഇരുന്നിട്ട് സുമ്മാവേ നിങ്ങൾ വന്ന് സാത്താനുക്ക് ഇടം കൊടുക്ക കൂടാതെ. കാരണം ഈ പാറയിൽ ഒരുത്തിന് ചുമ്മാ നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. ഒരുവൻ കന്മലയിൽ ഇരുന്നാൽ സുമ്മാ നിൽക്കണമെങ്കിൽ നീ എവിടെ പോകണം? சும்மா நிற்கிறேன் எங்க போனோம்? எവിടെ போனோம்? எங்க போனோம்? பழைய சிலை போனோம். சேற்றை தேடி போக வேண்டும். മനസ്സിലാക്കിയവരുടെ കാര്യങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ചെയ്യുന്നു. புரிந்து கொண்டவர்களுக்காக தேவனை உயர்த்துகிறேன். ഹല്ലേലൂയ. അവരുടെ രാത്രി തീരുമാനിക്കണം. ഇന്ന് രാത്രി ഈ ദൂതം എന്ന് പറയുന്നത് ചിലതിന്റെ ബന്ധനം കൂടെ എഴുതുന്ന ദൂതം. ആമേൻ. இந்த ராத்திரி இந்த வார்த்தை சில கட்டுகளை குறிக்கிற வார்த்தைകളായിരിക്കും. രാത്രി നിങ്ങൾ നോക്കിയോ, അവൻ കർത്താവിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്. അവൻ ഈ ദിവസം നീ കുറിച്ച് വെച്ചോ, ഇന്ന് മുൻപിലുള്ള ദിവസം നോക്കിയോ, അതിനുശേഷമുള്ള ദിവസം നോക്കിയോ. ഒരു വാക്യം എടുത്ത് വായിക്കുക. ആമേൻ. இந்த நாளை நீங்கள் குறித்து வையுங்கள். முன்பாக வருகிற நாட்களை தேவன் உங்களை நடத்த போகிறார். ഹഗായി പ്രവാചകന്റെ പുസ്തകം എടുത്തിട്ടുണ്ട്. ആമേൻ. സക്കറിയ എഴുതിയ ഹഗായിയുടെ പുസ്തകം എടുக்கலாம். സ്തോത്രം. ഉടയാമനഗസി ഹന്തര വൈഡമനഗ സന്ദരതിയ. അവനതിലെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. 15-ാമത്തെ വാക്യം. ഇതൊരു ദൂത, ഇതിന്റെ ചിലരുടെ ദൂത. ഹഗായി 2-ാം അധ്യായം 15-ാം വചനം വായിക്കാം. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചുകൊള്ളുവിൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുന്ന കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. മതി. നിങ്ങൾ ആ വാക്യം അത് മാത്രം എനിക്ക് മൊത്തം പറയാൻ സമയമില്ല, പറയുന്നില്ല. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഇന്ന് തൊട്ട് പിന്നോക്കം നിങ്ങൾ സ്തോത്രം ദൈവത്തിന്റെ മന്ദിരത്തിന്മേൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപിലുള്ള കാലം വിചാരിച്ചു കൊള്ളുക. ഇനി ഞാൻ വേറൊരു വാക്യം കൂടെ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. വാസിக்கலாம். 19-ാമത്തെ വാക്യത്തിന്റെ 19-ാമത്തെ വാക്യം 19-ാം വചനം അവസാനത്തെ ഭാഗം, അവസാനത്തെ ഒറ്റ വാചകം മാത്രം. அந்த கடைசி அந்த ஒரு பாகத்தை மாத்திரம் நம்ம வாசிக்கலாம். ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്ന് അത് എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ. ആ വാക്യം എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ഭാഷയിൽ ചേർന്ന് ഇന്നു മുതൽ എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇത് മനുഷ്യന്റെ വാക്കല്ല കേട്ടോ, മനുഷ്യന്റെ വാക്കല്ല, കർത്താവ് പറഞ്ഞത്. ഇന്ന് തൊട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്തരുடைய വാക്യായിരിക്കുന്നത് சொல்லுகிறார். ഇന്നു മുതൽ ഞാൻ ഉന്നെ ആശീർവദിപ്പേ. ഈ വചനം വിശ്വസിച്ചോ, നാളെ നിങ്ങൾ ഇതിന്റെ പേര് പറഞ്ഞു, ഈ വചനം നിങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ ദൈവപ്രവൃത്തി കണ്ടിട്ട് നാളെ ഇവിടെ വന്ന് ഈ ഹോളിൽ വന്ന് നിങ്ങൾ ദൈവപ്രവൃത്തിക്ക് സാക്ഷ്യം പറഞ്ഞ സ്തോത്രം ചെയ്യും. നിങ്ങൾ വിശ്വാസത്തോട് சொன்னதினாலே நீங்கள் அந்த விடுதலையை பெற்றுக்கொண்டு நாளை வந்து இந்த ஹோலில் நீங்கள் சாட்சி சொல்ல போகிறீர்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. കരവേർന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞേ, ഇന്നു മുതൽ ഞാൻ ഉന്നെ ആശീർവദിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കും. മുൻപിലത്തെ നാളുകൾ ഞാൻ മറന്നു പോകും. അവൻ ഇന്ന് തൊട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ കർത്തരനെ ആശീർവദിപ്പാൻ അതിനെന്താ വേണം? മുന്തിന നാட்களை ഞാൻ മറന്നു പോകുകയും വെറുതെ പാർമേൽ നിൽക്കാതെ നിൽക്കുന്ന സമയത്ത് സ്തോത്രം സ്തോത്രം എന്ന് പറയണം. ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട് നാവിലുണ്ടായിരിക്കണം. നിങ്ങൾ சும்மா ஆமென் இருக்காமல் கண்மலையில் இருக்கிற நீங்கள் ஸ்தோத்திரம் ஸ்தோத்திரம் சொல்லி அவ இதயத்தை நீங்கள் பாடிக்கொண்டே இருக்க வேண்டும். ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കറിയാൻ വയ്യ, പക്ഷെ ഞാൻ ദൈവാത്മാവിൽ നൂറ് പറയാം, ഇതിനകത്തിരിക്കുന്ന പലതിന്റെ നാവിൽ പാട്ടില്ല. ஆமென். நான் தேவனுடைய ஆலோசனை சொல்லுகிறேன். இங்க இருக்கிற பலருடைய ஆமென் நாவிலே கர்த்தருடைய பாட்டு இல்ல. സ്തോത്രം എവിടാ നിർത്തിയത്? പാതയിലാണ് നിർത്തിയത്. அதாவது பாதையில் എന്തിനാ നിർത്തിയത്? எதற்காக പാട്ട് പാടാനാ നിർത്തിയത്. எதற்காக பாட்டு பாடுவதற்காக? ആരാ പാട്ട് കൊടുത്തത്? யார் பாட்டு கொடுத்தார்? ചേറ്റിന്ന് വലിച്ചെടുത്തവനാ പാട്ട് കൊടുത്തത്. ஆமென். சேற்றில் இருந்து தூக்கி எடுத்தவர் இந்த பாட்டை கொடுத்தார். ചേറ് കഴിയവനാ പാട്ട് കൊടുത്തത്. அதாவது சேற்றை கழுவிடவர் இந்த பாட்டை ഈ கொடுத்தார். പാതമെ കൊണ്ട് നിർത്തിയവനാ പാട്ട് இந்த കൊടുത്തത്. கண்மலையை மேல் நிறுத்தினவர் தான் இந்த பாட்டை கொடுத்தார். പാട്ട് നിന്റെ നാവിൽ പോയി കഴിഞ്ഞാൽ നിന്റെ കാല് എവിടെ പോകും? ஆமென். பாட்டு உன்னுடைய நாவில் வந்தவனால் உன் கால் எங்கே போகும்? എവിടെ പോകും? எங்கே போகும்? ചേറ്റിൽ പോകും. பாட்டும் இதயத்தில் வரவில்லை, நீ எங்கே போவாய்? சேற்றில் போய் விடுவாய். ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ പറഞ്ഞ പിശാചേ, എന്നെ കർത്താവ് പാറമേൽ നിർത്തിയത് എന്തിനു വേണ്ടിയാ? എന്നെ അനുഗ്രഹിക്കാനായിട്ട്. ആമേൻ. പിശാചേ, ആമേൻ. പാറമേൽ നിർത്തിയത് എന്തിനു വേണ്ടിയാ? നിന്നെ അനുഗ്രഹിക്കാനാ പാറമേൽ നിർത്തിയത്. உன்னை ஏன் இயேசு கிறிஸ்து கண்மலையில் நிறுத்தினார்? ഹല്ലേലൂയ. சாத்தானை பார்த்து சொல்லு, ஆமென். ஆண்டவனை ஆசீர்வதிப்பதற்காக എന്തുകൊണ്ടാണ് അനുഗ്രഹം താമസിക്കുന്നത്?
എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്? പാതവേല നിന്നെ നിർത്തിയതും എന്തിനാ നിർത്തിയെന്ന് നീ മറന്നുപോയി. ஆமென். ஏன் இந்த பாதி வழியிலே நீங்கள் ஆமென் மிகவும் வியாகுலப்பட்டிருக்கிறீர்கள் என்றால் கண்மலையின் மேல் இயேசு கிறிஸ்து எதற்காக நிறுத்தினார் என்பதை நீங்கள் மறந்து போனதினாலே. സ്തോത്രം, സ്തോത്രം. രാത്രി ഞാൻ വിശ്വസിക്കുന്നു പിശാചിനെ കൺട്രോൾ അടികൊണ്ടിരിക്കും. ஆமென். நான் விசுவாசிக்கிறேன் பிசாசுடைய கட்டுகள் அழிந்து கொண்டிருக்கிறது. നിന്റെ വാ പൂട്ടിയിരിക്കുന്നിടത്തോളം അവന് വിജയമാണ്. ஆமென். நீ வாய் அடைத்து இருக்கிற வரைக்கும் சாத்தான் നിന്റെ വായിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗാനങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ അവന്റെ തലയ്ക്ക് അത് അടിയേറ്റാ മാറും. ஆமென். நீ வாயில திறந்து தேவனை துதித்துக் கொண்டிருக்கும்போது சாத்தானுடைய தலையை அடிக்கிறது. എന്താ കാരണം അറിയാമോ? പിശാചിനെ മേൽ ദൈവം അടിക്കുന്ന അടിക്കാത്ത നിന്റെ പാട്ടിന്റെ ശബ്ദങ്ങളെ കേൾക്കാം. ஆமென். பிசாசு அவன் கட்டின கட்டுகளை அவன் அழிக்கிறது. ஆமென். உன்னுடைய பாட்டினாலே வெளிப்படும். യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ചിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകത്തിൽ ഒരു വചനം ഇരിക്കുന്നത്. ചില വെളിപ്പാടുകളാണ് ഞാൻ ഓർപ്പിക്കുന്നത്, ചില പ്രത്യേക വചനത്തിന്റെ വെളിപ്പാടുകൾ. ആമേൻ. കർത്തരുടെ വചനത്തെ കുറിച്ച് വെളിപ്പാട് ഞാൻ சொல்லுகிறேன். ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ യെശയ്യായുടെ പുസ്തകം 30-ാം അധികാരം 30-31 വാക്യം വായിക്കാം. 30-31 വാക്യം. 30-ാം അധികാരം 30-31 വചനം വായിക്കാം. 32 വരെ വാക്യം. 32 വചനം വരെ വായിക്കാം. യഹോവയുടെ മഹത്വമുള്ള മേഘനാഥം കേൾപ്പിക്കുകയും ഉഗ്രകോപത്താൽ ദഹിപ്പിക്കുന്ന തീജ്വാലയോടും കൊടുങ്കാറ്റ്, മഴക്കോൾ, കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും. യഹോവയുടെ മേഘനാഥത്താൽ അശ്ശൂർ തകർന്നു പോകും. ശത്രു തകർന്നു പോകും എന്ന് പറഞ്ഞാൽ തല ഉയർത്താൻ നിന്നെ അനുവദിക്കാത്ത ശത്രു എന്ത് ചെയ്യും? തകർന്നു പോകും. അതായത് സാത്താൻ നുറുങ്ങി പോവാൻ എന്ന വചനം சொல்லுகிறது. അശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ നിരോധിക്കുന്നവനാണ്. അതായത് അസീരിയൻ എന്ന് சொல்லப்பட்ட അർത്ഥം என்றால் അർത്ഥമല്ല, അവന്റെ സ്വഭാവം, അവന്റെ പ്രവൃത്തി. അവന്റെ സ്വഭാവം என்னவென்றால் അവന്റെ പ്രവൃത്തി അവൻ നിരോധിക്കുന്നവനാണ്. അവൻ വിരോധിക്കുന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ നിരോധിക്കുന്നത്? അവൻ എതെയാണ് വിരോധിക്കുന്നത്? നിന്റെ പാട്ട് അവൻ നിരോധിക്കും. ഉன்னுடைய പാട്ട്, പ്രാർത്ഥനയെ അവൻ നിരോധിക്കും. ജപത്തെ വിരോധിക്കണം. സ്തോത്രം. ദൈവസന്നിധി നിൽക്കുന്നവൻ നിരോധിക്കും. കർത്തരുടെ സന്നിധി നിൽപ്പதை അവൻ വിരോധിക്കണം. ദൈവത്തിന്റെ മുൻപാകെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ നിരോധിക്കും. കർത്തർക്കാக செய்ய வேண்டிய എല്ലാ കാര്യങ്ങളും വിരോധിക്കണം. അപ്പൊ നിനക്ക് ശക്തി പകരുവാനുള്ള, ശക്തി പുതുക്കാനുള്ളതായ ഘടകങ്ങളായി ദൈവം തന്നിരിക്കുന്നതിനെല്ലാം പിശാച് നിരോധിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ നീ ബലഹീനനായി പോകും. കർത്തർ ഉനക്കാக ആയത്തപ്പെടുന്ന വിഷയത്തെ എല്ലാം സാത്താൻ വിരോധിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നീ ബലഹീനപ്പെട്ടു പോകും. അതിനാണ് നിരോധിക്കുന്നത്. ആമേൻ. അതിനാണ് അവൻ വിരോധിക്കണം. സ്തോത്രം. അവൻ അങ്ങനെ നിരോധിക്കുന്ന നിരോധനം ഇവന്റെ സ്വഭാവം. ഏനെന്നാൽ വിരോധിക്കുന്നത് വിരോധത്വം ഇവരുടെ സ്വഭാവമായി. പാട്ടും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവോധന ധ്യാനവും പ്രാർത്ഥനയും ഇതൊക്കെ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ആത്മീയനും ബലഹീനനായി പോകും. അതായത് പാട്ടും ജപവും അവൻ അസിരിനായിരിക്കുന്ന സാത്താൻ അവൻ എതിർത്ത് വിരോധിച്ചിരുന്നാൽ എന്തോ ഒരു മനുഷ്യനായിരുന്നാലും ശരി, എല്ലാ മനുഷ്യനല്ല, ആത്മീയൻ. അത് ആവിക്കുரிய മനുഷ്യൻ വിഴുന്നു പോവാം. സ്തോത്രം. അവൻ ബലഹീനനായി പോകും. അവൻ സോർന്നു പോയി വിടുവാൻ. അവൻ ബലഹീനനായി കഴിഞ്ഞാൽ പിശാചിനെ കീഴ്പ്പെടുത്താൻ. അവൻ ബലഹീനമായി പോയാൽ പിശാച് അവനെ കീഴ്പ്പെടുത്തുവാൻ. അപ്പൊ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പിശാച് ആദ്യം ചെയ്യുന്നത് ഇവന്റെ ബലം ക്ഷയിപ്പിക്കും. അവൻ ഒരു സാത്താൻ ഒരു മനുഷ്യനെ ബലഹീനപ്പെടുത്തുവதற்கு முதலாவது செய்வது என்னவென்றால் அவனை ബലം ക്ഷയിപ്പിക്കും. അവന്റെ ബലത്തെ കുറയ്ച്ചു വിടുகிறான். സ്തോത്രം. എങ്ങനെ ബലം ക്ഷയിപ്പിക്കുന്നത്? எப்படி അവൻ ബലം കുറഞ്ഞു പോയിക്കൊണ്ട് നമുക്ക് നമ്മുടെ ബലം, നമ്മുടെ ആത്മാവിനുള്ള ബലം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനാലും പ്രാർത്ഥിക്കുന്നതിനാലും വചനം ധ്യാനിക്കുന്നതിനാലും ഉപവസിക്കുന്നതിനാലും അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിനാലും വിശുദ്ധ ജീവിതം ചെയ്യുന്നതിനാലുമാണ് നമ്മുടെ ബലം. അവൻ ഉള്ളാതിരിക്കുന്ന മനുഷ്യനുക്ക് ദേവൻ കൊടുക്കുന്ന ബലം எப்படி வருகிறது என்றால் ஜெபத்தினாலும் அவன் தேவ வாசனத்தினாலும் உபவாசத்தினாலும் கர்த்தருடைய சமூகத்தில் உட்காரும்போது நமக்கு அந்த பலன் கிடைத்துக் கொண்டிருக்கிறது. ഇതൊക്കെ കുറയ്ക്കും നമ്മുടെ ജീവിതത്തിൽ. അവൻ ഇதை അവൻ കുറയ്ക്ക வேண்டும் എന്ന തിട്ടത്തോടെ இருக்கிறான். കുറഞ്ഞു വന്ന് നമ്മൾ എന്തേ തീരും? നമ്മളൊക്കെ ദുർബലരാണ്. അവൻ இந்த കാര്യങ്ങളെല്ലാം നമ്മുടെ வாழ்க்கையில குறைந்து வரும்போது நம்ம மிகவும் பலவீனப்பட்டு போய் അങ്ങനെ ബലഹീനരായി കഴിയുമ്പോൾ പിശാചിന് അറിയാം ഇനി അവനെ കീഴ്പ്പെടുത്താൻ പ്രയാസം. അവൻ அப்படி நம்ம பலவீனப்பட்டு போகும்போது பிசாசுக்கு நன்றாக தெரியும் அவனை சீக்கிரமாக கீழ்ப்படுத்தி விடலாம். അശൂരിന്റെ ഒരു സ്വഭാവമാണ് ആത്മീയന്റെ ജീവിതത്തിൽ നിരോധനം ഏർപ്പെടുത്തുക. அதாவது இந்த அசீரியனுடைய அவன் சுபாவம் என்னவென்றால் ஆவிக்குரிய வாழ்க்கையில் இருக்கிறவனுடைய அவன் காரியங்களை பலவீனப்படுத்துவது. സ്തോത്രം. എന്നാൽ നീ ആത്മാവിൽ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പുതുബലം പ്രാപിക്കാനുള്ള പരിപാടിയായി ഉപവാസം. ആമേൻ. அப்படி நம்ம பலவீனப்பட்டு போகும்போது ஒரு புது பலன் பெற்று எழுந்து கொண்டிருக்கிற அனுபவம் தான் உபவாச ஜெபம் என்று சொல்லப்படுகிறது. ഞാൻ പറയാം, നീ
வெளியே போகும் சகல சத்தங்களும் கேட்டுக்கொண்டிருக்கிறது. ഇത് എവിടുന്നാ വരുന്നത്? இந்த சத்தம் எங்கே இருந்து வருகிறது? പാറമേൽ നിർത്തിയിരിക്കുന്ന ദൈവ പൈതന്റെ നാവിൽ നിന്ന് വരുന്ന പാട്ടിൽ നിന്നാണ് ഈ അന്യ ശബ്ദം. ஆமென். பாறை மேல் அதாவது கண்மலை மேல் நிறுத்தப்பட்டிருக்கிற தேவனுடைய பிள்ளைகளிலிருந்து வாயில் வருகிற சத்தமாய் இருக்கிறது. എത്ര പേര് മനസ്സിലാക്കിയത്? எத்தனை பேர் புரிகிறது? നീ കരമടിച്ച് ആരാധിക്കുമ്പോൾ, കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോഴും പിശാച് നിന്റെ ശത്രുവിനെ അടിക്കുന്ന അടിയോടുകൂടെ നിന്റെ കയ്യടിയുടെ ശബ്ദം കൂടെ അവന്റെ മേൽ അടിയേറ്റിയല്ലേ. அதாவது நீ கரங்களை அடித்து அவன் வாயில உயர்த்தி தேவனை துதித்து ஆடி பாடிக்கொண்டிருக்கும் போது ஆமென் அந்த கரங்களை கூட சாத்தானை அடிக்கிற சத்தமும் இங்கே கேட்டுக்கொண்டிருக்கிறது. ആ അടിയുടെ കൂട്ടത്തിൽ എന്ത് കേൾക്കാം? அதனால அங்க என்ன கேட்கிறது? നിന്റെ ആരാധന ശബ്ദങ്ങൾ കേൾക്കാം ആ അടിയുടെ കൂട്ടത്തിൽ. ஆமென். நீ ஆராதிக்கும் போது அந்த இடத்திலே சாத்தானை அடிக்கிற அடிகளும் காதிலே கேட்கும். മനസ്സിലായോ? നിന്റെ ആരാധന നിസ്സാര കാര്യമൊന്നുമല്ല. നീ ആരാധിക്കുന്ന ആരാധന സുമ്മാന കാര്യമല്ല. എന്റെ ആത്മാവിലുള്ള ആരാധന നിസ്സാര കാര്യമല്ല. ആവിക്കുரிய ആരാധനയിൽ ആരാധിക്കുന്ന സത്യമായി നിങ്ങൾ പറയാം, ഇത് വെറുതെ പറയുന്നതല്ല. ഇവിടെ ആരാധന ഉയരുമ്പോൾ, ആരാധന ശക്തമായി ഉയരുമ്പോൾ സംഭവിക്കുന്ന കാര്യം ദൈവം ചിലതിന് മേൽ ദൈവത്തിന്റെ വടികൊണ്ടടിക്കും. ആമേൻ. നീ ദൈവനെ നന്നായി ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം சொல்லட்டுமா? கர்த்தர் தம்முடைய கரங்களில் இருக்கிற அந்த கொம்பை கொண்டு சாத்தானுடைய திட்டங்களை அடிப்பார். ചിലതിന്റെ മേൽ കർത്താവിന്റെ കൈ വീഴും, சிலர் மேல் கர்த்தருடைய கரம் வீழும். ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ എന്തുകൂടെ കേൾക്കാമെന്നറിയാമോ? നിന്റെ പാട്ടിന്റെ ആരാധന ശബ്ദങ്ങൾ ആ കൂട്ടത്തിൽ. ஆமென். அந்த சத்தத்தோடு வேறொரு சத்தம் கேட்கும். என்னவென்றால் உன் வாயிலிருந்து புறப்படுகிற பாட்டும் ஆராதனை வெளிப்படும். ഹല്ലേലൂയ. മനസ്സിലാക്കി? നീ സ്തോത്രം ചെയ്യുന്നത് ശത്രുവിന്റെ അടിയാണ്. ஆமென். நீ ஸ்தோத்திரம் சொன்னால் அந்த அடி சாத்தானுக்கு விழுந்து கொண்டிருக்கிறது. നീ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന്റെ മഹത്വവും ശത്രുവിന്റെ അടിയുമാണ്. ஆமென். நீ ஸ்தோத்திரம் சொல்லிருக்கும்போது மகிமையுள்ள தேவனானவர் சாத்தானை அடித்துக் கொண்டிருக்கிறார். ആരാധനയുടെ നടുവിൽ നീ വീണാനാദം കേൾപ്പിക്കുമ്പോൾ, ആരാധന നടുവിൽ നീ കൈകളടിച്ച് ആരാധിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അത് ദൈവത്തിന് മഹത്വമാകുകയും നിന്റെ ശത്രുവിന് അത് ദണ്ഡനമായി തീരുകയും ചെയ്യും. ஆமென். நீ ஆராதனை வேளையிலே கீதவாத்தியங்களும் ஆமென் தேவனை உயர்த்தி துதிகளும் நீங்கள் ஆமென் பாடி ஆராதித்துக் கொண்டிருக்கும்போது நடக்கிறது என்ன தெரியுமா? சாத்தான் மேல் கர்த்தருடைய கரங்களில் இருக்கிற தண்டாயுதம் அந்த கொம்பை கொண்டு அவர் அவனை நொறுக்கிக் கொண்டிருக்கிறார், அடித்துக் கொண்டிருக்கிறார். 32 വാക്യം നമ്മളൊന്ന് വായിച്ചു. 31 32 வசனவாசிகள். அப்பொழுது தண்டாயுதத்தினால் அடித்த அசீரியன் கர்த்தருடைய சத்தத்தினாலே நொறுங்கிக் கொண்டு போவான், நொறுங்குண்டு போவான். கர்த்தர் அவன் மேல் சுமத்தும் ஆக்கினை தண்டம் செலுத்தும் இடமெல்லாம் மேனங்களும் வீணைகளும் அதனுடன் போகும். கொடிய யுத்தங்களினாலும் அவனை எதிர்த்து யுத்தம் செய்வார். ഹല്ലേലൂയ. ஹல்லேலூயா. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിനകത്തൊന്നും ആരും മടി വിചാരിക്കും. பிரியமான தேவனை ஆராதிக்கிற அந்த அனுபவத்தில் யாரும் சோர்வற்று போவாதீர்கள். ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ പാട്ടിന്റെ ആരാധന കൂടെ മനസ്സിലായോ? நீங்கள் பாட்டும் ஆராதனையும் வரும்போது உங்களுக்கு புரிகிறது நடக்கிறது. ഈ പാറയിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ വാ കൂട്ടിക്കൊണ്ടിരിക്കരുത്. அவன் கர்த்தருடைய கண்மணிலே வைத்திருக்கிறார் என்றால் நீ வாயை அடைத்து சும்மா இருக்க கூடாது. ജോലി ചെയ്യുന്ന സമയത്ത് കൈ ജോലി ചെയ്യട്ടെ, വാ ദൈവത്തെ സ്തുതിക്കട്ടെ. அவன் வேலை செய்யும் போது கை வேலை செய்யட்டும், ஆனால் வாய் கர்த்தரை துதித்துக் கொண்டிருக்கும். അടുക്കള വേല ചെയ്യുന്ന സഹോദരിമാർ അടുക്കള വേല ചെയ്യുമ്പോൾ കൈ കൊണ്ട് അവൻ അടുക്കള പയറടിച്ചോണ്ടിരിക്കുക, വാ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കുക. அவன் நீங்கள் பக்கத்துல வேலை செய்கிறவர்களை சகோதரி பார்த்து சொல்லுங்கள், கை கொண்டு வேலை செய்யுமா, ஆனால் வாய் கொண்டு தேவனை துதித்துக் கொண்டிருக்கும். സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? சம்பவித்துக் கொண்டிருக்கிற காரியம் നീ ദൈവത്തെ ആരാധിച്ചോണ്ടിരിക്കും, ഇവിടെ നീ കൈയടിച്ച് നീ ഇവിടെ പയറടിച്ചോണ്ടിരിക്കുക, ആ കൂടെ നീ പാടിക്കൊണ്ടിരിക്കുക. ആ പാട്ടവിടെ ചെല്ലുന്നറിയാമോ? അന്ധകാരത്തിന്റെ ശക്തിയുടെ നേരെ അടിയായിട്ടത് ചെല്ലും. ஆமென். நீங்க கரங்களை அடித்து பாடிக்கொண்டிருக்கிறாய், நாவினால் தொடர்ந்து பாடிக்கொண்டிருக்கும் பொழுது அந்த காலத்தில் இருக்கிற ஆமென் சாத்தானுடைய கிரியைகளுக்கு அது அடி விழுந்து கொண்டிருக்கிறது. അത്ഭുതമേ അവർ നടത്തുവതേ, ആനന്ദമേ പരമാനന്ദമേ, അത്ഭുതമേ അവർ நடத்துவதே, ആനന്ദമേ പരമാനന്ദമേ, നന്ദിയാലുള്ള പൊങ്ങിടുതേ ഞാൻ ഹല്ലേലൂയ തുതിസ്തുതിക്കും. നന്ദിയാലുള്ള മേവിക പൊങ്ങിടുതേ നാം ഹല്ലേലൂയ തുതിസ്തുതിക്കും. തുതിച്ചു പാടിട പാട്ടിടവേ തുകവനേശ്വരിൻ നാമമേ, തുതിച്ചു പാടിട ശക്തിയോടെ ആരാധിക്കവേ തുകവനേശ്വരിൻ നാമമേ, തുതികളിൽ പാട്ടിൽ വാസം ചെയ്യൂ, തുയബലീനമായി സ്തോത്രിപ്പോവേ, അത്ഭുതമേ അവർ നടത്തുവതേ,
മുമ്പിൽ എന്റെ അതിന്റെ സന്തോഷം കൊണ്ട് പാടി. ആമേൻ. തോன்றതിനാലെ എനിക്കുള്ള സന്തോഷത്തിനാലെ ഞാൻ പാട്ടേ പാടുകയാ. എനിക്കൊരു മർമ്മം മനസ്സിലായി. ഞാൻ പാട്ട് പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും എന്റെ വൈരിക്കുന്നത് ബന്ധനവും. ഞാൻ പാട്ട് പാടുമ്പോൾ കർത്തരെ ആരാധിക്കുമ്പോൾ ആമേൻ எனக்குள்ளாக இருக்கிற அந்த தேவனுடைய அன்பு சில அந்தகார கிரியைகளை கட்டுகளை உடைத்துக் கொண்டிருக்கிறது. ഹല്ലേലൂയ. എന്താ കാര്യം അറിയാമോ? என்ன காரியம் தெரியுமா? ആ പാട്ട് നിന്റെ നാവിൽ തന്നത് പിശാചല്ല തന്നത്, നിന്റെ സ്വന്തം ബുദ്ധി തന്നതല്ല, തമ്പുരാൻ നിന്റെ നാവിൽ തന്ന പാട്ട്. இந்த பாட்டு சாத்தானல்ல தந்தது, உன் சொந்த புத்தியிலிருந்து தோன்றின பாட்டல்ல. அவன் பரலோகத்தில் இருக்கிற தேவனே உனக்கு அந்த பாட்டை கொடுத்தான். ആ പാട്ട് കൊണ്ട് പാട്ട് ദൈവം തന്ന പാട്ട് നീ പാടുമ്പോ നിന്റെ വഴിക്ക് അത് എന്തായി തീരും? തകർച്ചയായി. ஆமென். இந்த பாட்டை தேவன் கொடுத்து நீ பாடும்போது உன் வழியில் இருக்கிற அந்த காரங்களை தேவன் மாற்றுகிறவராய் இருக்கிறார். ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ആ ദൂത് ഏറ്റെടുത്ത് കർത്താവേ ആമേൻ ഞാൻ അതിനെ എഗ്രി ചെയ്യുക, ദൈവം ഞാൻ അതിനെ എഗ്രി ചെയ്യുക. ஆமென். ஆண்டவரே நான் என்னுடைய இதயத்தை நான் ஆராய்ந்து பார்க்கிறேன். ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രസംഗിക്കുന്ന വെറുതെ കുറച്ച് സമയം പോക്കാനല്ല, ദൈവത്തിന് നിങ്ങളോട് അറിയിക്കാനുള്ളതായ ദൈവത്തിന്റെ അരുളപ്പാടായി കേൾക്കുന്നു. ஆமென். இந்த செய்தி உங்களுக்கு நேரம் போக்குவதற்காக அல்ல, தேவன் கொடுக்கிற வார்த்தையை உங்களுக்கு தெளிவாய் கொடுப்பதற்காக நான் பேசிக் கொண்டிருக்கிறோம். സ്തോത്രം. എന്റെ വാസ്തവത്തിൽ എന്റെ ഹൃദയത്തിൽ എനിക്കെടുത്ത ദൂതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിയെ കുറിച്ചുള്ളത്. ആ ഭാഗത്തൊന്നാണ് ഞാൻ വാസ്തവത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കയറിപ്പോയി. ஆமென். கர்த்தர் நமக்காய் கொடுத்த அழைப்பை குறித்து நான் பேசிக் கொண்டிருந்தேன். இதுதான் அதிலிருந்து இந்த காரியத்துக்குள்ளே நான் கடந்து പക്ഷെ வந்தேன். ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. நான் இந்த காரியத்தை புரிந்து கொள்கிறேன். ദൂതിന്റെ നടുവിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തി നിങ്ങൾ ഞാനും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ஆமென். இந்த வார்த்தைக்குள்ளாக தேவன் செய்ய போகிற அற்புத வார்த்தைகள் நான் நீங்கள் அறியாத பல காரியங்களை கர்த்தர் நமக்காக செய்ய போகிறார். നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കും, ചിലടത്ത് ചിലത് അടി കൊണ്ടുകൊണ്ടുവരും. ஆமென். நீங்க ஆராதித்துக் கொண்டிருக்கும்போது சில அந்தகார கிளைகள் கர்த்தருடைய கையில் அடி வாங்கிக் கொண்டிருக்கிறது. ഹല്ലേലൂയ. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നിന്റെ കൈയുടെ ശബ്ദം കൂടെ അടിയുടെ കൂട്ടത്തിൽ അവിടെ കിടക്കുന്നത്. ஆமென். இது எதற்காக தெரியுமா? நீ புரிந்து கொள்வதற்காக தேவன் இந்த சத்தத்தை கொடுக்கிறார். സ്തോത്രം. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ചില സ്ഥലത്തൊക്കെ ആരാധന, ആത്മാവിന്റെ ആരാധന നടക്കുമ്പോൾ ചിലർക്ക് ദുഷ്ടശക്തികൾ വന്നിട്ട് പറയാറുണ്ട്, ആമേൻ സ്തോത്രം, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ஆமென். சில நேரங்களில் சபையில ஆராதனை அதிகமாக வெளிப்படும் போது அங்க இருக்கிற துர்க்கிரைகள் சாத்தான் பிடித்தவர்கள் சொல்வார்கள், என்னால் உட்கார முடியவில்லை. സ്തോത്രം. ഞാനതിന് കണ്ടുകൊണ്ടിട്ടുണ്ട്. நான் என் கண் முன்பாக நிறைய பார்த்திருக்கிறேன். എന്താ കാരണം അറിയാമോ? அது காரணம் என்ன? നമ്മളിവിടെ വേറൊന്നും ചെയ്യുന്നില്ല, കരമടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. நாம ஒன்றும் செய்யறது கிடையாது. கரங்களை எடுத்து தேவனை ஆராதிக்கும் போது சாத்தான் இலக்கி கொண்டிருக்கிறது. അതുകൊണ്ട് ഈ ഉഴപ്പും പരിപാടിയൊക്കെ കൊണ്ട് മാറ്റിയിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ ഉത്സാഹം പ്രാപിക്കുക. ഇത് ദൈവവചനത്തിൽ നിന്ന് അയാൾക്ക് പ്രസംഗിക്കുന്നത് ജോർജ് പാസ്റ്ററിന്റെ സ്വന്തം നാവോട് പറയുന്നതല്ല, ദൈവത്തിന്റെ വെളിപ്പാടായി പറയുന്നു. ஆமென். நீங்கள் உங்களுக்குள்ளாக இருக்கிற அந்த அசாதாரணமா இருக்கிற அந்த தோன்றாத சில காரியங்களை மாற்றிவிட்டு தேவனை துதிப்பதற்காக, தேவனை ஆராதிப்பதற்காக உங்கள் வாயில் தெரிந்த கர்த்தருக்கு ஒப்புக்கொடுங்கள். സ്തോത്രം. നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇന്ന് മുതൽ ആരാധനയ്ക്കും ദൈവപ്രവർത്തിക്കും വ്യത്യാസം വരും. നിന്റെ ആരാധന ദേശം അറിയില്ല. ஆமென். நீ அலட்சியம் உள்ளவனாய் இருக்காமல் நீ ஆராதிக்கிற ஆராதனுடைய சத்தத்தை தேசம் அறியும். அது உன்னாடு விடுதலையும் உன்னை தேவனுக்குள்ளாய் പറഞ്ഞത് ഇന്ന് തൊട്ടെന്ന് ഭർത്താവ് പറഞ്ഞില്ലേ, ഇന്ന് തൊട്ടൊരു വ്യത്യാസമുണ്ട്. ஆமென். இன்று முதல் ஒரு வித்தியாசம் வாழ்க்கையில வந்து கொண்டிருக்கிறது. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവവചന സാക്ഷി വെച്ച് പറയുന്നു, ഇന്ന് മുതൽ ഒരു വ്യത്യാസമുണ്ട്. ஆமென். தேவனுடைய வசனத்தை நான் சாட்சி வைத்து சொல்கிறேன், இன்று முதல் உங்கள் எல்லாரோட வாழ்க்கையில் வித்தியாசம் കർത്താവ് പറഞ്ഞത്, ഇന്ന് തൊട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. இன்று முதல் நான் ഇന്ന് തൊട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. இன்று முதல் நான் ஆசீர்வதிப்பேன். പക്ഷെ അത് നടക്കണമെങ്കിൽ ചിലതിന്റെ നാവിൽ നിന്ന് വരാൻ തുടങ്ങും. ஆமென். நீங்கள் நடக்க வேண்டும். ശബ്ദരതിയ അത് നടക്കണമെങ്കിൽ നിന്റെ നാവിൽ നിന്ന് വരേണ്ടത് വരാൻ
തകർത്തിട്ട് പിന്നെ കർത്താവ് ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. ബാക്കി പരിപാടി അവൻ കർത്താവിന്റെ ദാസന്മാരെ ഏൽപ്പിച്ചു. ഏതെന്നറിയാമോ? ഈ വിടുവിക്കപ്പെട്ടവരെ ഏൽപ്പിച്ചു. ஆமென். இவனுடைய தலையை ஆண்டவர் தகர்த்த பிறகு அதற்கு பிறகு இயேசு என்ன செய்தார் தெரியுமா? யாரெல்லாம் கர்த்தருக்குள்ளாக அழைக்கப்பட்டார்களோ அந்த அதிகாரத்தை கர்த்தர் அவருடைய கரங்களிலே மாற்றினார். നമുക്കറിയാം. അവൻ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അത് 1-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തല നടപടികൾ പുസ്തകം 1-ാം അധികാരം കർത്താവ് പറഞ്ഞു, താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ തന്റെ ശിഷ്യന്മാരിൽ 500 പേരെ വിളിച്ചുകൊണ്ട് ആ ഒരുവരുടെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് അവരോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക്, എന്നെ അയച്ച പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നു. ആമേൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. അവൻ യേശു ക്രിസ്തു വീണ്ടുமாக പരലോകത്തിൽ എടുത്തുകൊള്ളപ്പെടും பொழுது ஆமென் அவர் தம் சீஷரோடு சேர்ந்து நடந்தார். அவர் உபதேசித்து சொன்னார், ஆமென் நான் இங்கே இருந்தேன், இப்போ என் ராஜ்யத்துக்கு நான் திரும்ப கடந்து போகிறேன். ஆமென் அப்படி கடந்து போகும்போது நீங்கள் ஒருவருக்காய் காத்திருங்கள். ஆமென் காத்திருக்கிற அனுபவத்தை சொல்லி கடந்து போனார். പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ, பரிசுத்தாவியானவர் மேல் கடந்து வரும்போது ശക്തി നിങ്ങൾ ധരിക്കും. ஆமென் நீங்கள் அவர்களுக்கு பலத்தை பெற்றுக் கொள்வீர்கள். സ്തോത്രം. ഞാൻ ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തി നിങ്ങൾ അത് പൂർത്തീകരിക്കും. அதாவது சிலுவையிலே கர்த்தர் செய்த அந்த கிரியைகளை நீங்கள் நிறைவேற்றப் போகிறீர்கள். കർത്താവ് ആരെഴുതിയത്? കർത്താവ് മൊത്തത്തിൽ ക്രൂശിൽ കർത്താവ് അവന്റെ തലയെ തകർത്തു. ஆமென். இயேசு சொன்னார், சிலுவையில் இருக்கிற இயேசுவின் மரணத்தினாலே சாத்தானுடைய தலை நசுக்கப்படும். പിശാച് പൂട്ടിവെച്ചിരുന്ന മനുഷ്യവർഗത്തെ പൂട്ടിവെച്ചിരുന്നതായ അവന്റെ പാപത്തിന്റെ തടവറയുടെ താക്കോൽ കർത്താവ് തകർത്തു. ஆமென். எந்த ஒரு மனுஷனை பாவத்தினாலே அவன் கால்களை பிடித்து வைத்திருந்தானோ அந்த பாவத்தில் இருந்த அவனுடைய சாவியை கர்த்தர் அதிகாரத்தினாலே அடித்தார். ഹല്ലേലൂയ. കർത്താവ് എന്തിനാ അഭിഷേകം ചെയ്തത്? கர்த்தர் எதற்காக அபிஷேகம் എന്തിനാ செய்தார்? ആത്മാവിൽ നിറച്ചത്? எதற்காக ஆவியினாலே நிறைந்தார்? അറിയാമോ? അവൻ ഒരു രാജാവ് അവൻ മറ്റൊരു രാജ്യത്തു നിന്നുള്ള ജനത്തെ പിടിച്ചുകൊണ്ട് അവൻ അടിമകളായി കൊണ്ടുവന്നാൽ അവന്റെ കോട്ടയ്ക്കകത്ത് അവരെ കൊണ്ടുവന്ന് പൂട്ടും. அதாவது ஒரு ராஜ்யத்தில் ஒரு ராஜா அவன் ஒருவனை அடிமையாக பிடித்துக் கொண்டு வந்தால் அவனுடைய கோட்டையிலே கொண்டு வந்து அந்த அடிமையை வைத்து பூட்டி ആ விடுவார். കോട്ടയ്ക്കകത്ത് അവൻ രക്ഷപ്പെടാൻ കഴിയത്തില്ല. அந்த கோட்டைக்குள்ளாக அவன் கடந்து போனால் தப்பித்து போக முடியாது. അവൻ എന്താ കാരണം അറിയാമോ? என்ன ആ காரணம்? കോട്ടയ്ക്ക് അവൻ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. அவன் ஏன் என்றால் ഒരാൾ പുറത്തു പോകാൻ അനുവദിക്കത്തില്ല. அவனை காவல் செய்வதற்காக പുറത്തു പോകാൻ ചെല്ലുന്നവരെ അവൻ വെട്ടിക്കളയും. அவன் வெளியே போவதை கொலை செய்து விடுவார். അവൻ രക്ഷപ്പെടാൻ ഒരു നിർവാഹമില്ല. அவன் காப்பாற்றப்பட ആഗ്രഹത്തിനകത്ത് പുറത്തു വരാൻ നിർവാഹമില്ല. அவன் வெளியே வருவதற்கு ஒரு காரியமும் இல்லை. അവനിത് തുറന്നു തരത്തില്ല. அவன் எந்த காலம் திறந்து கொடுக்க നീ மாட்டான். നിലവിളിച്ചാൽ അവനത് കേൾക്കത്തില്ല. அவன் என்ன சத்தத்தை கூப்பிட்டு சொன்னாலும் கேட்க மாட்டான். കാരണം നിന്നോട് അവന് മനസ്സിലുമില്ല. ஆனால் உண்மையில் அவனுக்கு எந்த இரக்கமும் கிடையாது. அவன் ரொம்ப അവൻ குரோதமானவன். ക്രൂരനാ. அவன் மிகவும் അവൻ கொடூரமானவன். നിന്നോട് മനസ്സിലുമില്ല. அவன் നീ கொடூரமானவன். കരഞ്ഞാൽ ആ കരച്ചിൽ കേട്ട് അവൻ സന്തോഷിക്കും. அவன் உண்மையில் மனம் திறக்க மாட்டான். அவன் എന്നാൽ ഈ തടവറയ്ക്കകത്ത് പുറത്തു വരാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവൻ വാതിലായിട്ട് വെളിപ്പെട്ടു. ஆமென். அப்படி வாழ்த்தப்பட்டிருக்கிற இயேசு கிறிஸ்து நமக்காய் கடந்து வந்து நமக்காக வாசலாகவே അതിന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. நான் இயேசு சொல்ற நான் வாசலாய் இருக்கிறேன். ആ വാതിൽ കണ്ടുപിടിച്ചവരാരും പിന്നെ ഈ കടവറയ്ക്കകത്ത് കിടക്കത്തില്ല. அவன் அந்த வாசலை யார் கண்டுபிடித்தானோ அவர் இனி இந்த காவலுக்குள்ளாய் എന്താ കാരണം അറിയാമോ? അവന്റെ പിശാചിന്റെ അല്ലെങ്കിൽ ശത്രുവിന്റെ വാതിലിന് അവൻ കാവൽക്കാരെ വെച്ചിട്ടുണ്ട്. ഇത് കർത്താവ് നിനക്ക് വാതിലായി വന്നാൽ അവിടെ ഒരു കാവൽക്കാരനില്ല. അവിടെ നിന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരാവും. அதாவது நம்மை சாத்தானுடைய கீழ்ப்படியில் இருக்கிறவனை சுற்றிலும் காவல் செய்கிற காவல்கள் இருக்கிறார்கள். ஆனால் இயேசு கிறிஸ்துவின் வாசலுக்குள்ளாய் கடந்து வந்தால் உனக்கு காவல் செய்ய காவல்காரர்கள் அல்ல, தூதர்களே தேவனுடைய வாசலுக்குள்ளே இருக்கிறார்கள். അത് ദൂതന്മാർ നിൽക്കുകയാണ്. ദൂതന്മാർ നിൽക്കുകയാണ്. தூதர்கள் அங்கே എന്തിനാ நிற்கிறார்கள். നിൽക്കുന്നറിയാമോ? ഈ വാതിലൂടെ പുറത്തു വരുന്നവരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത്. இந்த வாசலில் வெளியே பாதுகாப்பாக வைத்துக் ഇന്ന് രാത്രി கொள்ளுங்கள். ഞാൻ ദൈവാത്മാവിൽ പറയാം, നീ ഞാനും വെറുതെ നടക്കുന്നത് അവന്റെ തടവറയ്ക്കകത്ത് നിന്ന് കർത്താവ് വാതിലായി വെളിപ്പെട്ടു. എനിക്ക് വേണ്ടി ആ വാതിലായി വെളിപ്പെട്ടതുകൊണ്ട് ഞാൻ ആ വാതിലുകൾ പുറത്തു വന്നു. ஆமென். ஆண்டவராகிய இயேசு கிறிஸ்து வாசலாக எனக்கு வெளிப்பட்டதனாலே இனி நான் அடிமை அல்ல. அந்த வாசலுக்குள்ளாய் கடந்ததனாலே இப்போது நான் சுதந்திரமாக அதுக்குள்ளாய் நடந்து கொண்டிருக்கிறேன். പുറത്തു വന്ന നാള് മുതൽ എന്താ ഞാൻ ചെയ്യുന്നത് അറിയാമോ? ഈ തടവറയ്ക്കകത്ത് കിടക്കുന്നതിനോട് പുറത്തു വരിക എന്ന് പറഞ്ഞു. ஆமென். எப்போது ஆமென் நான் அந்த சிறைசாலையிலிருந்து வெளியே வந்தனோ, இயேசுவின் வாசலுக்குள்ளாய் வந்தனோ, வந்த நாள் முதல் இனி யாரெல்லாம் சிறைசாலையில் இருக்கிறார்களோ அவளை பார்த்து சொல்லுகிறேன், வெளியே வா, வெளியே வா, வெளியே வா. ആ ദൂത് കിടക്കുന്നുണ്ടോ? உங்கள் வார்த்தை ആ ദൂത് കിടക്കുന്നുണ്ടോ?
പലരും ഈ പുറത്ത് കിടന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വിളിച്ചു പറയാ, അവൻ നിങ്ങളല്ലാതെ കിടക്കണ്ട, ഞാൻ വാതിൽ തുറന്നിരിക്കുന്നു, ആരും അതിനെ പൂട്ടുകയില്ല, പുറത്തു വരിക. ഇത് സുതന്ത്രം പെற்றுകൊണ്ടവൻ വെളിച്ചത്തിലെ ക്രിസ്തു വഴിയിൽ വന്നവൻ ഇപ്പോൾ അവരുടെ சிறைசாலையிலே பார்த்து சொல்கிறான், நீங்கள் இந்த வெளிச்சத்திலே கடந்து வாருங்கள். സ്തോത്രം സ്തോത്രം. അവൻ അതേ ദിവസങ്ങളിൽ ഇവിടെ വഴങ്ങും. അവൻ அப்படிப்பட்ட சத்தம் இங்கே முழங்க போகிறது. അരുൺവാസനെ നീ അത് വിശ്വസിക്കുന്നു, അവൻ ചിലത് പുറത്തു വരും. അവൻ നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനമാണെങ്കിൽ ചിലത് പുറത്തു വരും. ഇത് ദൈവത്തിന്റെ വാചകങ്ങളുടെ ചിലത് പുറത്തു വരും. ഉടമ്പടി വിശുദ്ധതയെ ഇത് കടിവെച്ചതിന് പുറത്തു വരും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. സഹോദരന്മാർക്ക് കാലമൊക്കെ നോക്കിയൊന്ന് സ്തോത്രം ചെയ്യും. നീ നാണിക്കണ്ട കേട്ടോ. കൈ ഉയർത്താൻ നീ നാണിക്കേ വേണ്ട. കൈ ഒന്ന് നോക്ക്. അത് സംഭവിക്കും. ആമേൻ എന്ന് പറഞ്ഞതിന്റെ വാവുണ്ട്. ആമേൻ. നമ്മെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ കൈയൊക്കെ പറയുമ്പോൾ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ കരങ്ങളെ ഉയർത്ത വേണം. പോലീസിന്റെ ഉദ്യോഗങ്ങളാണ് പറഞ്ഞത്. ദൈവസ്നേഹത്തിൽ നിന്റെ ഗുണത്തിന് വേണ്ടി അവരെ പൊക്കാൻ പറയുന്നത്. ആമേൻ. കർത്തൃഗുണങ്ങൾക്ക് അൻപിനാകാൻ சொல்லி കരങ്ങൾ ഉയർത്തുങ്ങൾ. അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പൊക്കാനാണെന്ന് പറഞ്ഞാൽ നീ അനുസരണ കെട്ടവനാ. നിന്നെ വേറെ ആത്മാവ്. ആമേൻ. നീ അവിടെ ചെയ്യവരെ എന്നാൽ നീ കീഴ്പ്പടിയാതവൻ ഉന്മേൽ വേറൊരാളെ സ്തോത്രം പറയാൻ രാഘവനെ കിട്ടുമ്പോൾ പാപമേലാണെങ്കിൽ നീ അവനെ വെട്ടി വെക്കുന്നവർ സ്തോത്രം പറയും. ആമേൻ. നീ കൺമണിയിൽ இருக்கிறாய் என்றால் கர்த்தர் ஸ்தோத்திரத்தை சொன்னேன்னு சொன்னால் நீ சத்தத்தோடு ஸ்தோத்திரம் சொல்லுகிறவளாய் இருக்க வேண்டும். സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം കേട്ടോണം. ഈ ദൂത് കേട്ടോ. എല്ലാം കേട്ടോണം. ഹല്ലേലൂയ. ദൈവമേ കർത്താവിന്റെ ദാസൻ സ്തോത്രം പറയാൻ രാഘവനെ തരണമെന്ന് പറഞ്ഞുകൊണ്ടോടെ. ആമേൻ. കർത്തരുടെ ഊഴിയക്കാരൻ സ്തോത്രം சொல்லி நீங்கள் சொல்லும் பொழுது ഇതെപ്പോ തീരുമെന്ന് വിചാരിച്ചാലിരിക്കുന്നത്. அவன் எப்பொழுது முடியும் என்று நீங்கள் நினைத்து விட்டார்கள். ഹല്ലേലൂയ. അത് കൊണ്ടുവരും. ഇതിൽ ചിലരെ ദൈവം വെളിയെ കൊണ്ടുവരുവാൻ പുറത്തു വരും. രാത്രി അവൻ സ്തോത്രം ഇവിടെ ഇരിക്കുന്നവർ തന്നെയല്ല, അവൻ സ്തോത്രം മറ്റുള്ളവരോട് കേട്ടോട്ട് അവൻ നിങ്ങൾക്കുള്ള ദൂത ചിലത് ചെയ്യും, പുറത്തു വരും. എങ്ങനെ പുറത്തു വരുന്നത്? പുറത്തു വന്നവൻ എന്ത് ചെയ്യണം? പുറത്തു വന്ന് ഉണ്ടാതിരിക്കുന്നത് അവൻ വിളിക്കണം. அவன் நீங்கள் இதை செய்யும் பொழுது சிறைசாலையில் பலரும் வெளியே வர போகிறார்கள். வெளியே வரும்போது நீ சும்மா இருக்க கூடாது. தேவனை நன்றாக துதிக்க അവൻ வேண்டும். എന്താ പറയേണ്ടത് അറിയാമോ? വാതിൽ തുറന്നിരിക്കുന്നു. அவர் வெளியே வர சொல்றாங்க, வாசல் இங்கே இருக்கிறது. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാ വാതിൽ. அந்த வாசல் வேற யாரும் அல்ல, ஆண்டவராகிய இயேசு கிறிஸ்து നീ ആ വാതിലേക്ക് കടന്നു വന്നാൽ നിന്നെ പിടിക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. நீ அந்த வாசலுக்குள்ளாய் கடந்து வந்தால் உன்னை எந்த ஒரு அதிகாரமும் பிடித்து வைக்க முடியாது. ഇവൻ പിന്നെ എവിടോട്ടാ വരുന്നത്? இவன் இப்ப எங்கே வருகிறான்? പുറത്തേക്കാ വരുന്നത്. வெளியே வருகிறான். പിന്നെ അവന് കാവലാരാ? പിതാവ് കാവലിയാ. ഹല്ലേലൂയ. ശക്തന്മാരായ ദൈവത്തിന്റെ ദൂതന്മാരാ പിന്നെ അവിടെ കാവൽ. നിങ്ങൾക്കറിയാമോ, നീ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ പിശാച് നമുക്ക് എതിരായിട്ടില്ലാത്തോണ്ട നമ്മൾ സുരക്ഷിതരാകുന്നതല്ല. തമ്പുരാന്റെ ദൂതന്മാർ കാവലുണ്ട്. പോകുന്ന പോക്കിൽ വരും. ഞാനിത് പ്രസംഗിച്ചിട്ട് പോകുമ്പോ, നിങ്ങളിത് കേട്ടിട്ട് പോകുമ്പോ പിശാച് ഉണ്ടായിരിക്കുമോ? അവൻ അടങ്ങിയിരിക്കും. പക്ഷെ തൊടാൻ അടുക്കാൻ പറ്റത്തില്ല. നാം കടന്നു പോകുന്ന ഏറിയ അടുക്കാൻ കഴിയത്തില്ല. കാരണം ഇന്ന് രാത്രി വിശ്വാസത്തോട് തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടങ്ങി അവരെ വിടുവിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം ഉള്ളതുകൊണ്ട് അവൻ ഈ പാറമേൽ നിൽക്കുന്ന ദൈവ പൈതൽ കടന്നു പോകുന്ന ഓരോ സ്ഥാനത്തും സാത്താനിനോട് അടുത്ത് വരാൻ കഴിയത്തില്ല. ஆமென். இயேசு கிறிஸ்துவுக்குள்ளாக இருக்கிற பிரியமானவர்களே, ஆண்டவரை பார்த்து சொல்லுங்கள், சுற்றிலும் தேவனுடைய தூதர்களை தேவன் பாதுகாத்துக் கொண்டிருக்கும் பொழுது ஆமென், சாத்தானவன் ஒரு பாளையமாய் உன்மேல் இறங்கினாலும் அது உன்னை ஜெயிக்காது. ஆமென். கூட தாங்குகிற கர்த்தருடைய தூதர்கள் உனக்கு துணையாக பாதுகாப்பாக உங்களோடு கூட നിന്റെ കൂടാരത്തിന് ചുറ്റും കാവലുണ്ട്. இந்த இடத்தை சுற்றிலும் கர்த்தருடைய നിന്റെ தூதர்கள், ഭവനത്തിന് ചുറ്റും ദൂതന്മാർക്ക് உங்கள் കാവൽ. வீட்டை சுற்றிலும் தேவனுடைய தூதர்கள் കാരണം இருக்கிறார்கள். എന്താണെന്നറിയാമോ? നീ ഏത് വാതിലൂടെ പുറത്തു വന്നതാ? காரணம் என்ன தெரியுமா? ഏത് വാതിലൂടെ പുറത്തു വന്നതാ? எந்த வாசல் ക്രിസ്തുവാകുന്ന വാതിലൂടെ പുറത്തു വന്നതാ. இயேசு என்ற வாசலுக்குள்ளாக கடந்து ആ வந்தார். വാതിലൂടെ പുറത്തു വന്നവരെ സൂക്ഷിക്കാൻ സ്വർഗ്ഗസ്ഥനായ ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാൽ அவன் அந்த வாசலுக்குள்ளாய் கடந்து வந்திருக்கிற உன்னை பாதுகாப்பதற்காக தேவனுடைய தூதர்களை ஆயத்தப்படுத்தி வைத்திருக்கிறார். എന്റെ ആഗ്രഹം പറഞ്ഞല്ല, വേദപുസ്തകത്തിൽ അത് അങ്ങനെ എഴുതിയിരിക്കുന്നു. அது என்னுடைய இஷ்டத்தில் சொல்லவில்லை, வேத புத்தகத்தில் യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടങ്ങിയവരെ വിടുവിക്കുന്നു എഴുതിയിരിക്കുന്നിടത്തോളം കാലം അവൻ ശത്രുവിനെ നമ്മളെ തൊടാൻ കഴിയില്ല. கர்த்தர் தமக்கு பயந்தவர்களுக்கு சுற்றி தம்முடைய தூதர்களை பாளையமாக அனுப்பி விடுவிக்கிறார் என்றால் அது கர்த்தருடைய வசனமாக ഇന്ന് இருக்கிறது. രാത്രി കർത്താവിന്റെ വിളിയുടെ ശ്രേഷ്ഠത നമ്മുടെ സ്വനായ நீங்கள் கர்த்தர் உங்களை அழைத்த அழைப்பின் முக்கியத்துவம் உங்களுக்கு புரிகிறதா? ആ വിളി കേട്ട് നീ പുറത്തു വന്നതാണെങ്കിൽ, நீ அந்த அழைப்பை கேட்டு வெளியே வந்தாய் ഈ വാതിൽ തുറന്നതുകൊണ്ട് മാത്രമല്ല പുറത്തു വന്നത്, നിനക്കൊരു വിളി കേട്ടു, പുറത്തു വരിക. ஆமென். அந்த வாசலுக்குள்ளாக நீ வந்ததற்கான காரணம் வெளியே வா என்று கர்த்தர் கூப்பிட்டனால அந்த வாசலுக்குள்ளாக நீ கடந்து வந்தாய். സ്തോത്രം. യെശയ്യാ പ്രവാചകൻ
ഒരു വാക്യം ഒന്ന് വായിച്ചാട്ട് ഇനി വചനം വാസിக்கலாம். യെശയ്യാ ദീർഘദർശന പുസ്തകം 49-ാം അധികാരം. സ്തോത്രം. 49-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. 8-ാമത്തെ വാക്യം വളരെ വേഗം വായിക്കണം. ഞാൻ ആ വാക്യം യെശയ്യാ 49-ാം അധികാരം അതിന്റെ 8-ാം വചനം വാസിக்கலாம். ദേശത്തെ ഉയർത്തുവാനും ഇന്ന് രാത്രി അരുൺവാസനെ നിന്നോട് ദൈവത്തിന്റെ ദൂതായി പറയുന്നത് ഞാൻ ശരിക്കും കേട്ടു. വായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ചില വീടിന്റെ ശൂന്യത മാറ്റാൻ, അതിനെ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ. அதாவது சில வெறுமையாயிருக்கிற வீட்டின் மேல் மீண்டுமாக ஆசீர்வாதத்தை கொடுப்பதற்காக ഞാൻ ഉദാഹരണം പറയാം. വേദപുസ്തകത്തിന്റെ സാക്ഷ്യം പറയാം. വേദപുസ്തക സാക്ഷി சொல்லுகிறேன். ലോത്തിനെ തന്റെ കുടുംബത്തെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയില്ലേ ഒരിക്കൽ. അവൻ ലോത്തെയും ഒരു കുടുംബത്തെയും എതിരാളികൾ പിടിച്ചുകൊണ്ട് പോണാൽ ദൈവത്തിന്റെ വിളികേട്ടറിയ അബ്രഹാമിനെ അറിയാമോ? തന്റെ വീട്ടിൽ വളർന്നതായ അഭ്യാസം പ്രാപിച്ച 318 പേരുമായി പോയി ചെന്നിട്ട് ആമേൻ സ്തോത്രം അവനെ പിടിച്ചുകൊണ്ട് പോയതായ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവന്നു. അവൻ ലോത്തെയും ഒരുവൻ അടിമയായി പിടിച്ചുകൊണ്ട് പോയത് അബ്രഹാം തന്നോട് കൂടെ ഇരുന്ന മല്യുദ്ധക്കാരനായിരുന്ന 318 പേരെ കൂട്ടി ചെന്ന് അവരെ വിടുവിച്ച് കൊണ്ടുവന്നു. എന്താ കാരണം അറിയാമോ? അബ്രഹാം ആദ്യം വിളി കേട്ടു. അബ്രഹാം ആദ്യം വിളി കേട്ടു. അബ്രഹാം സ്വതന്ത്രനായി. അവർ സ്വതന്ത്രമായി. അതുകൊണ്ട് അകത്ത് കിടക്കുന്നവനെ പുറത്താക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? സ്വാതന്ത്ര്യം പ്രാപിച്ചവനെ കഴിയത്തുള്ളൂ. അതായത് സിറേസാലിൽ இருக்கிறவனை விடுவிக்க வேண்டும் என்றால் சுதந்திரமாக இருக்கிறவனால் மட்டும்தான் அவனை விடுவிக்க முடியும். അവൻ പിടിച്ചുകൊണ്ട് പോയ ശത്രു എന്തെല്ലാം പിടിച്ചുകൊണ്ട് പോയോ അത് മുഴുവനും മടക്കി കൊണ്ടുവന്നു. അവൻ സാത്താൻ என்னென்ன കാര്യങ്ങളെ പിടിച്ചുകൊണ്ട് പോനാനോ இந்த അബ്രഹാം എല്ലാവற்றையும் திருப்பி கொண்டு வந்தான். ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയതിനെ ചിലതിനെ മടക്കി കൊണ്ടുവരുവാനും അവൻ ഇവർ നഷ്ടമാണോ திருப்பி கொண்டு വന്നിട്ടുണ്ട്. അടുത്ത വചനം വാസിക്കലാമോ? എന്തിനാ? ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി വെളിയിൽ വരുവീരെന്ന് പറയേണ്ടതിന് ഞാൻ നിന്നെ കാത്തു. അടുത്തത് അടുത്തത് ഈ ദൂത് നമ്മെ നോട്ട് ചെയ്തോണ്ട് നോട്ട് ചെയ്ത് ധ്യാനിച്ചോണ്ട് വിളിച്ചത് கட்டுண்டவர்களை நோக்கி புறப்பட்டு போங்கள் என்றும் இருளில் இருக்கிறவர்களை நோக்கி வெளிப்படுங்கள் என்றும் சொல்லவும் நான் உம்மை காப்பாற்றி உம்மை ஜனங்களுக்கு உடன்படிக்கையாக ஏற்படுத்துவேன். அவர் வழியோரங்களில் மேய்வார்கள், சகல வேளைகளிலும் அவர் மேய்ச்சலை உண்டாக்கும். அந்த கடகதനായ അവൻ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നെ വിളിച്ചതും അവൻ വിളിച്ചുകൊണ്ട് നിന്നെ പാറമേൽ നിർത്തിയതും വിശുദ്ധീകരിച്ച് പാറമേൽ നിർത്തിയതും വായിൽ പുതിയ പാട്ട് തന്നൊന്നും വെറുതെ ഒന്നുമല്ല. அவன் ஆண்டவர் உன்னை அழைத்து உன் வாயில பாட்டு கொடுத்தது சும்மா அல்ல. ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, சிலரை வெளியே கொண்டு പിശാചിന്റെ വായിൽ കിടക്കുന്നവരെ അതിന്റെ വായിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, பிசாசுடைய வாயில் இருக்கிறவர்களை அந்த வாயில் இருந்து விடுவித்து கொண்டு வருவதற்காக നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിക്കും. அதை உன்னை கொண்டு ஆண்டவர் செய்ய போகிறார். അത് ആരെ കൊണ്ട് ചെയ്യിക്കും? யாரை கொண்டு ஆண்டவர் செய்ய നിന്നെ போகிறார்? കൊണ്ട് ചെയ്യിക്കും. உன்னை கொண்டு ஆண்டவர் செய்ய ഇരമ്യാ போகிறார். പ്രവാചകന്റെ പുസ്തകം. எலியா ഇതൊന്നും മറക്കരുത് കേട്ടോ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം. எரேமியாவுடைய அவன் தீர்க்கதரிசன புத்தகம். ഇത് ആരെ കൊണ്ട് ചെയ്യിക്കും? இதை யாரை கொண்டு ஆண்டவர் செய்ய போகிறார்? ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ന്റെ 20-ാമത്തെ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 50-ാം അധികാരം 20-ാം വചനം വാസിக்கலாம். യെരമ്യാ 50-ാം അധികാരം 20-ാം വചനം. ഞാൻ സാക്ഷിപ്പിച്ചു വെക്കുന്നവരോട് ക്ഷമിക്കയാൽ 51 ഇരമ്യാ 51-ന്റെ 20. യെശയ്യാ യെരമ്യാ 51-ാം അധികാരം 20-ാം വചനം. നീ എന്റെ വെൺമഴുവും യുദ്ധത്തിന് നീ എന്റെ വെൺമഴുവും നീ എനിക്ക് ദണ്ഡായുധവും യുദ്ധത്തിന് ആയുധങ്ങളുമാകുന്നു. എന്റെ ദൈവത്തിന്റെ മഹത്വം നിന്നെ മേൽ ധരിപ്പിക്കുമ്പോൾ നീ ആരായിട്ട് മാറും? അസ്ത്രിപാരമാണവൻ. நான் உன்னை கொண்டு ஜாதிகளை நொறுக்குவேன், உன்னை கொண்டு ராஜ்யங்களை அழிப்பேன். யாரை கொண்டு ஆண்டவர் சேவிப்பார்? ആരെ കൊണ്ട് ചെയ്യിക്കും? അരുൺവാസേ, யாரை கொண்டு சேவிப்பார்? தேவனுடையரே. ആരെ കൊണ്ട്? നമ്മെ കൊണ്ട്. നിന്നെ കൊണ്ട്. എന്നെ കൊണ്ട്. പറ, എന്നെ കൊണ്ട്. എന്നെ കൊണ്ട്. നിന്നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഞാൻ വെൺമഴുവാക്കും, യുദ്ധത്തിന് ആയുധമാക്കും. നിന്നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് ഞാൻ ജാതികളെ തകർക്കും, രാജാക്കന്മാരെ തകർക്കും, ദേശാധിപതികളെ തകർക്കും. അവിടെ കൂടെ വായിച്ചു നോക്കണം. നിന്നെ കൊണ്ട്. അത് വേറെ ആരെ കൊണ്ടുമല്ല. കൈ നെഞ്ചത്തോട്ട് വെച്ച് പറ, എന്നെ കൊണ്ട്. നിങ്ങൾ சொல்றீங்க ஆண்டவர் என்னை கொண்டு. കൈ നെഞ്ചത്തോട്ട് പോയി, കൈ നെഞ്ചത്തോട്ട് പോയി എന്നിട്ട് പറ, എന്നെ കൊണ്ട്. നമുക്ക് നെഞ്ചത്തോട്ട് കൈ വയ്യ, എന്നെ കൈ നെഞ്ചത്തോട്ട് വെച്ച് പറ, എന്നെ കൊണ്ട്. നീ അത് അവൻ നീ അതിന് പ്രാപ്തനാണെന്ന് വിചാരിക്കണ്ട.
ആ തമ്പുരാന്റെ മഹത്വം നിന്റെ മേൽ വരുമ്പോ നിന്നെ കൊണ്ട് തന്നെ അത് ചെയ്യും. ആമേൻ. ആണ്ടവരുടെ മഹിമ വെളിപ്പെടുമ്പോൾ ഒരുവനെ അവൻ ബന്ധനത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരാൻ എന്നെ കർത്താവ് ഉപയോഗിക്കും. എന്നെ അവൻ കൊണ്ട് പുറത്തുകൊണ്ടുവരാൻ എന്നെ ഉപയോഗിക്കും. എന്നെ കൊണ്ടുവരുന്ന ദൈവം ഉപയോഗിക്കും. കയ്യിൽ നെഞ്ചത്തോട്ട് വെച്ച ദൈവസ്ഥനെ പറയാം എന്നെ കൊണ്ട്. നിന്നെ കൊണ്ടെന്ന് പറഞ്ഞത് നമ്മളോടാ പറഞ്ഞത്, തന്റെ ജനത്തോടാ പറഞ്ഞത് നിന്നെ കൊണ്ട്. എന്നെ കൊണ്ട് ഉണ്ണിപ്പാതാണ്. അത് ചെയ്യുവാൻ സമർപ്പിച്ചു കൊടുക്കുന്നവരെ കൊണ്ട് കർത്താവ് ചെയ്യും. അത് ചെയ്യുന്നതിന് ഒപ്പ് കൊടുക്കുന്നവരെ കൊണ്ട് ദൈവം ചെയ്യുന്ന നാളെ നീ ഒരാളായി കണ്ടുകൊള്ളുമ്പോൾ നിന്റെ അകത്ത് ദൈവാത്മാവ് വ്യാപാര ശക്തി വെളിപ്പെടും. ഈ വിശ്വാസത്തിൽ വാർത്തയെ ചൊല്ലുമ്പോൾ അഭിഷേകത്തിന്റെ വള്ളമേ പുറത്തു വരാൻ പറയാൻ പറയും. നിങ്ങൾ ആണ്ടവരത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ சொல்லுவீர்கள் അടിമയായിരിക്കുന്നതേ ആ വ്യക്തി പുറത്തു വരും. നീ വലിയ ഒരു ദൈവിക ആകർഷണം അവന്റെ മേൽ വരും. ഒരു ദേവനുடைய തൊടുതൽ മേൽ വരും. അവൻ ആ ആകർഷണം അവനെ എവിടേക്ക് നടത്തും? ക്രൂശിലേക്ക് നടത്തും. അവൻ അവനെ വിടുവിച്ച് കൊണ്ടുവരുന്ന കരം അവൻ അവനെ സിലുവയിലുള്ള ദൈവസന്നിധിയിൽ വിടുവിക്കപ്പെടുവാണ്. അവൻ ദേവന്റെ സമുദ്രം നടക്കുന്നത്. പഴയ നിയമത്തിൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിവർത്തിക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചതായ ദൈവീയ പഴയ കാലത്തിലെ ചെയ്തു വെച്ച കാരണം தெரியுமா? അത് യേശു ക്രിസ്തു മൂലமாக നമുക്ക് നിവർത്തി ചെയ്യുവதற்காக പഴയ നിയമത്തിൽ അത് ചെയ്തപ്പോൾ ആര് മുഖാന്തരമാണ് നിവർത്തിക്കുന്നത്? തന്റെ മഹത്വം കൊടുക്കുന്ന ദൈവ പൈതൽ മുഖാന്തരം അത് നടക്കും. അവൻ ഇന്നത്തെ കാലത്തിൽ இருக்கிற எப்படி ஆண்டு நடத்துகிறார்? தம்முடைய மகிமையை பெற்றுக்கொண்ட தம் பிள்ளைகளை கொண்டு தேவன் நடத்துகிறார். തന്റെ ദാസന്മാരെ കൊണ്ട് കർത്താവ് ചെയ്തു നോക്കൂ. അവൻ അപ്പോസ്തലന്മാരെ കൊണ്ട് ചെയ്തില്ലേ? അതുപോലെ നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യും. നമ്മുടെ ഊഴിയക്കാരനെ കൊണ്ട് ദൈവൻ ചെയ്യിത്താറല്ലവോ അതേപോലെ ഉങ്ങളെയും കൊണ്ട് ആണ്ടവർ ചെയ്യിക്കാൻ പോകുகிறார். കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിച്ചു. രാത്രി ആണ്ടുടെ സമുദ്രം എല്ലാവരും ഒപ്പുകൊടുക്കുക. ഉന്നതമായ ദൈവത്തിന്റെ വെടികൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചു. ഒരു ഉന്നതமான അழைப்பை കൊണ്ട് ദൈവം നമ്മെ ഈ വചനത്തിന്റെ മുഖവര പോലും ഞാൻ ഇതുവരെ പറയാൻ അവൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ആമേൻ. இந்த വചനത്തിന്റെ മുഖവരയോ അതിനെക്കാൾ சொல்ல முடியவில்லை. കാരണം എനിക്ക് ധാരാളം കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കാറുണ്ട്. ആമേൻ. ഇതെല്ലാം ധാരാളமாக சொல்வதற்கு தேவனை എന്നാൽ ഇന്ന് രാത്രി ഈ സഭയോട് കൂടിയിരിക്കുന്ന ദൈവജനത്തോടും ദൈവത്തിന് ചില അകപ്പാടുകൾ അറിയിപ്പാനുണ്ടായിരുന്നതുകൊണ്ട് അവൻ ഈ ആത്മാവിന്റെ ദൂത് വേർ വഴിയുള്ള ദൈവത്തിലെ ആത്മാവ് തിരിച്ചു. ആമേൻ. കർത്തന്റെ കായ് കൊടുത്ത இந்த ദീർഘദർശന വാർത്തயின் പ്രകാരமாக சொல்வதற்கு தேவன் கிருபை கொடுத்தார். അത് சொல்വதற்கு ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഈ ദിവസം നടക്കും. ഇന്ന് തൊട്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ഇன்று நான் சொன்ன இந்த வார்த்தையின் பிரகாரம் ஆண்டவர் சொல்றார், இன்று முதல் உன்னை ஆசீர்வதிப்பேன் என்று ஆண்டவர் சொல்லுகிறார். ആമേൻ. നടക്ക പോകുന്നത് കർത്താവ് നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ നിങ്ങളുടെ നടുവിൽ കടന്നു വന്നു കർത്താവിന്റെ വചനം സംസാരിപ്പാൻ ഇങ്ങനെ സാവകാശം ഒരുക്കപ്പെടുകയും ഒക്കെ ചെയ്യുവാനിടയാക്കിയ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതിന് മുഖാന്തരം ഒരുക്കിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കും ഈ സഭയിലെ ശുശ്രൂഷകരും സഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥയിൽ ഇരിക്കുന്നു. സർവശക്തൻ നിങ്ങളേവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചിരിക്കുന്ന അരുളപ്പാടുകൾ വരുന്ന ദിവസങ്ങളിൽ അത് സഭയിലും വ്യക്തിപരമായ ജീവിതത്തിലും അത് അക്ഷരപ്പെടുത്തി നിവർത്തിച്ച് വരുമാറാകട്ടെ. സർവശക്തൻ നിങ്ങളെ அவன் இன்று ஆண்டவர் கொடுத்த வார்த்தை உங்களுடைய வாழ்க்கையிலும் உங்கள் வீட்டிலும் அவன் இன்று முதல் நடக்க போகிறது. அது மட்டும் இல்லாமல் உங்கள் சார்ந்தவர்களிடத்திலும் அது பெரிய கிரியைகளை செய்வது. அதற்காக ஜெபத்தோடு கர்த்தர் நம்ம எல்லாரும்